നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. Flexi Electronics and Home Appliances. Flexi Life Easy. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ നിയമസഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ബഹളത്തിനിടെ ധനബില്ലുകൾ പാസാക്കി. മാണിയെ ഇനി തെരുവിൽ നേരിടുമെന്ന് LDF. ബജറ്റിന്റെ നിയമസാധുത ചോദ്യം ചെയ്ത് പ്രതിപക്ഷം കോടതിയെ സമീപിച്ചു. ഉപ്പുപാലെടുക്ക പോയി പറഞ്ഞാൽ മതി, അത് കേരള അസംബ്ലി നടക്കില്ല. പ്രതിഷേധം ഉൾപാർട്ടി കലഹം മറയ്ക്കാനോ എന്ന് മുഖ്യമന്ത്രി. സ്ത്രീകളോട് അതിക്രമം കാട്ടിയ ഭരണപക്ഷ MLA-മാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം ഗവർണർക്ക് പരാതി നൽകി. ആരോപണം ആരും വിശ്വസിക്കില്ലെന്ന് മുഖ്യമന്ത്രി. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തിന് അവകാശവാദം ഉന്നയിച്ച് ഐ ഗ്രൂപ്പ്. യൂത്ത് ഫ്രണ്ടിൽ മാണി PC വിഭാഗങ്ങളുടെ തെരുവ് യുദ്ധം. സംസ്ഥാനത്തെ 5 ഹെക്ടറിൽ താഴെയുള്ള ചെറുക്വാറികൾക്ക് പ്രവർത്തിക്കാൻ തടസ്സമില്ലെന്ന് ഹൈക്കോടതി. പാരിസ്ഥിതികാഘാത പഠനവും വേണ്ട. ജില്ലാ കലക്ടറുടെ അനുമതിയോടെ ക്വാറികൾക്ക് തുടരാം. ഖനന വിഷയത്തിൽ NGT വിധി നിലനിൽക്കും. രാജ്മോഹൻ ഉണ്ണിത്താന്റെ ചെയർമാൻ പദവിയിൽ പ്രതിഷേധിച്ച് മണിയൻപിള്ള രാജുവും ഇടവേള ബാബുവും KSFDCയിൽ നിന്ന് രാജിവെച്ചു. ഉണ്ണിത്താൻ നന്നായി ഭരിക്കില്ലെന്ന് മണിയൻപിള്ള രാജു. 5% വാറ്റ് പിൻവലിച്ചില്ലെങ്കിൽ കടുത്ത നടപടി. ലോകകപ്പ് സെമി പോരാട്ടങ്ങൾക്ക് നാളെ തുടക്കമാകും. ആദ്യ സെമിയിൽ ദക്ഷിണാഫ്രിക്ക ന്യൂസിലൻഡിനെ നേരിടും. ഇന്ത്യ ഓസ്ട്രേലിയ സെമി വ്യാഴാഴ്ച സിഡ്നിയിൽ. ബജറ്റ് അവതരണത്തിന്മേലുള്ള പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നിയമസഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. സഭ ഇന്ന് വീണ്ടും ചേർന്നപ്പോൾ പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നതോടെയാണ് സഭാ സമ്മേളനം വെട്ടിച്ചുരുക്കിയത്. വോട്ടൺ അക്കൗണ്ടും ധനവിനിയോഗ ബില്ലും ബഹളത്തിനിടയിൽ സഭ പാസാക്കി. എല്ലാം പ്രതീക്ഷിച്ചതുപോലെ തന്നെ നടന്നു. സഭ ശാന്തമാക്കാൻ രാവിലെ ഭരണ പ്രതിപക്ഷ നേതാക്കളുമായി സ്പീക്കർ നടത്തിയ ചർച്ചയിൽ തീരുമാനമൊന്നും ഉണ്ടായില്ല. സസ്പെൻഷനിലാക്കപ്പെട്ട 5 MLA-മാരെ നിയമസഭാ ഹാളിന് മുന്നിൽ ധർണയിരുത്തി പ്രകടനമായി പ്രതിപക്ഷ MLA-മാർ സഭയിലേക്ക്. സഭ ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധവും തുടങ്ങി. സസ്പെൻഡ് ചെയ്യപ്പെട്ട MLA-മാരുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുക, അവരെ തിരിച്ച് സഭയിൽ കയറ്റുക. ഒന്നും അംഗീകരിക്കാനാകില്ലെന്ന് മുഖ്യമന്ത്രി തീർത്തു പറഞ്ഞു. ലോകം മുഴുവൻ കണ്ട കാര്യത്തിന് ഒരു നടപടിയും വേണ്ട എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ സാധ്യമല്ല. പ്രതിപക്ഷത്തിന്റെ 5 MLA-മാരെ സസ്പെൻഡ് ചെയ്തപ്പോൾ മുഖ്യമന്ത്രി എന്തേ വീഡിയോ പരിശോധിക്കാതിരുന്നതെന്ന് കോടിയേരി. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള 5 MLA-മാരെ സസ്പെൻഡ് ചെയ്തപ്പോ അത് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിട്ട് കണ്ടിട്ട് തീരുമാനമെടുത്ത പോരായിരുന്നു. എല്ലാം ലോകം കണ്ടതല്ലേ എന്ന് മുഖ്യമന്ത്രിയുടെ മറുപടി. ലോകം മുഴുവൻ കണ്ടിട്ടുള്ള സാർ, എല്ലാവർക്കും അറിയാമല്ലോ 5 പേരല്ല ഇതിൽ പങ്കെടുത്തതെന്ന്. തന്നെ ആക്രമിക്കുന്ന ചിത്രങ്ങൾ ജമീല പ്രകാശം പ്രദർശിപ്പിച്ചത് ലോകം മുഴുവൻ കണ്ടെന്നും മുഖ്യമന്ത്രി മാത്രം കാണാത്തതെന്തെന്നും VS-ന്റെ മറുചോദ്യം. ജമീല പ്രകാശ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എണ്ണി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ലോകം മുഴുവൻ കണ്ടതല്ലേ. സ്പീക്കർ ചോദ്യോത്തരവേളയിലേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോൾ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി. നടപടിക്രമങ്ങൾ ഇതോടെ വെട്ടിച്ചുരുക്കി. ധനവിനിയോഗ ബിൽ, വോട്ടൺ അക്കൗണ്ട്, 2ാം നമ്പർ ധനബിൽ എന്നിവ ശബ്ദവോട്ടോടെ സഭ പാസാക്കി. തുടർന്ന് അനിശ്ചിതകാലത്തേക്ക് സഭ പിരിയുന്നുവെന്ന പ്രമേയം മുഖ്യമന്ത്രിയും അവതരിപ്പിച്ചു. പ്രതിപക്ഷം പ്രകടനമായി പുറത്തേക്കും. റിപ്പോർട്ടർ, തിരുവനന്തപുരം. EP ജയരാജൻ, ജോസഫ് M പുതുശ്ശേരി, സണ്ണി ജോസഫ്, PC ജോർജ് എന്നിവരാണ് നമ്മോടൊപ്പം. ആദ്യം EP ജയരാജൻ, ഉമ്മൻചാണ്ടിയുടെ ചോദ്യം, ഉൾപാർട്ടി കലഹം മറക്കാനാണോ നിയമസഭയെ ബന്ദിയാക്കിക്കൊണ്ടുള്ള ഈ പ്രക്ഷോഭം? ഉമ്മൻചാണ്ടി ഇത്ര ചീപ്പായി പോകാൻ പാടില്ലായിരുന്നു. കേരള നിയമസഭയിൽ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ അതിനെ രാഷ്ട്രീയത്തിൻ്റെ ഏതെങ്കിലും ഒരു വശമെടുത്ത് പറഞ്ഞ് നിസ്സാരവൽക്കരിച്ച് പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടാനുള്ള ഒരു കുതന്ത്രമാണ് ഉമ്മൻചാണ്ടിയുടെ ഈ പ്രസ്താവനയെല്ലാം. ഈ കേരളത്തിൻ്റെ ഈ സംഭവങ്ങളെല്ലാം ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. ഞങ്ങൾ 5 പേരെ സസ്പെൻഡ് ചെയ്തു. എന്തിനാണ് ഞങ്ങൾ 5 പേരെ സസ്പെൻഡ് ചെയ്തത്? ഞങ്ങൾ ഡയസ് കയറിയിട്ടുണ്ട്. അത്തരമൊരു പ്രശ്നങ്ങളിലേക്ക് സഭയെ കൊണ്ടുചെന്നെത്തിച്ചത് ഉമ്മൻചാണ്ടിയുടെയും മന്ത്രിമാരുടെയും അവരുടെ MLA-മാരുടെയും നേതൃത്വത്തിൽ നടന്നിട്ടുള്ള അതിക്രമങ്ങളുടെ ഫലമായിട്ടാണ്. സ്ത്രീകളെ അതിനീചമായ നിലയിൽ നിയമസഭക്കകത്തിട്ട് ആക്രമിച്ചു. മന്ത്രിയാണ് ഓടി വന്ന് തടയുന്നത്. മന്ത്രിമാരാണ് ലളിതും ആഹ്ലാദിക്കുന്നത്. മന്ത്രിമാരാണ് നൃത്തം വെക്കുന്നത്. ഇതൊക്കെ നിയമസഭയിൽ ലോകം മുഴുവൻ കണ്ടിട്ടുള്ളതല്ലേ. എന്തുകൊണ്ട് നടപടിയെടുത്തില്ല? എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല? ഇത്തരമൊരു പ്രശ്നങ്ങളിലൊക്കെ ഏറ്റവും തെറ്റായിട്ടുള്ള നടപടി ഒരു ഭരണകക്ഷിയും സ്വീകരിക്കാൻ പാടില്ലാത്തത്, ഒരു നിയമസഭയിലും സ്വീകരിക്കാൻ പാടില്ലാത്ത
നിലപാടുകൾ സ്വീകരിച്ചു മുഖ്യമന്ത്രി. അങ്ങനെ അദ്ദേഹം സ്വീകരിക്കാൻ കാരണം നിയമസഭയിൽ കഴിഞ്ഞ 2-3 ദിവസമാണ് ആകെ ചേർന്നത്. ആ ചേർന്ന ദിവസങ്ങളിൽ ഓരോ ദിവസവും ഉയർന്നു വന്നിട്ടുള്ള മന്ത്രിമാരെ സംബന്ധിച്ചിട്ടുള്ള അഴിമതി പ്രശ്നങ്ങൾ. 12-ാം തീയതി തന്നെ നിയമസഭയിൽ ഫിലോത്തമൻ CPI അംഗമായിട്ടുള്ള ഫിലോത്തമൻ ഉന്നയിച്ചിട്ടുള്ള അഴിമതി പ്രശ്നം 3 മന്ത്രിമാരുടെ പേരിൽ അഴിമതി പത്രങ്ങളിൽ വന്നു, മാധ്യമങ്ങളിൽ വന്നു, ചാനലുകളിൽ വന്നു. രാജ്യമാകെ 3 മന്ത്രിമാരുടെ അഴിമതി പ്രശ്നങ്ങൾ മാണിക്ക് പുറമെ പുറത്തു വരികയാണ്. ഈ കാര്യം നിയമസഭയിൽ ഉന്നയിച്ചു. ഇനിയുള്ള ദിവസങ്ങളിലും ഇത്തരം അഴിമതി പ്രശ്നങ്ങൾ ഉണ്ടാകും. ഈ ഗവൺമെൻറ്റിൻ്റെ കെടുകാര്യസ്ഥതയും തെറ്റായിട്ടുള്ള നടപടിക്രമങ്ങളും നിയമസഭയിൽ തുറന്നു കാട്ടപ്പെടും. അതുകൊണ്ട് ഈ നിയമസഭയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ലാത്തൊരു സാഹചര്യം സൃഷ്ടിക്കുക. സണ്ണി ജോസഫ്, ആദ്യം മാണിക്കെതിരെ ഉന്നയിക്കപ്പെട്ടു അഴിമതി ആരോപണം. തുടർന്ന് രമേശ് ചെന്നിത്തല അടക്കമുള്ള 3 മന്ത്രിമാർക്കെതിരെ ആക്ഷേപം വളർന്നു. ഇനിയും സഭ തുടർന്നാൽ മറ്റു മന്ത്രിമാർക്കെതിരെയും ആക്ഷേപം ഉണ്ടാകുമെന്ന് കരുതിയാണോ നിയമസഭാ സമ്മേളനം വെട്ടിച്ചുരുക്കിയത്? ഇന്നിപ്പോൾ ചോദ്യോത്തര വേളയിൽ ചെറിയ ചില്ലറ ബഹളം മാത്രമല്ലേ നടന്നിട്ടുള്ളൂ. അതിന് സഭ അവസാനിപ്പിച്ച് ഓടിപ്പോകേണ്ടതുണ്ടായിരുന്നോ സർക്കാർ? ഇനിയിപ്പോൾ സാധാരണഗതിയിൽ പ്രതിപക്ഷത്തിൻ്റെ ഈ വാശിയിൽ ഇ.പി. ജയരാജൻ അടക്കമുള്ള സസ്പെൻഡ് ചെയ്യപ്പെട്ട MLA-മാരെ നിയമസഭയിൽ അകത്തേക്ക് കയറിക്കൊണ്ടുവരിക, അങ്ങനെ വാച്ച് ആൻഡ് വാർഡർ ഉപയോഗിച്ച് അവരെ പുറത്തേക്ക് എത്തിക്കുക, തുടർന്നൊരു വലിയ അങ്ങനെയൊന്നും ഉണ്ടായില്ലല്ലോ. എന്തിനാണ് നിങ്ങൾ സഭ വിട്ട് ഓടിപ്പോകുന്നത്? എനിക്ക് ആദ്യമേ തന്നെ ശ്രീ ജയരാജൻ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ശ്രമിച്ചു. വനിതാ മെമ്പർമാരെ അധിക്ഷേപിക്കുന്നതിന് ശേഷമാണ് അവിടെ സ്പീക്കറെ ഡയസിലേക്ക് കയറിയതെന്ന് ജയരാജൻ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു. ജയരാജൻ അങ്ങനെ ഒരു കേസുണ്ടോ? ആരെങ്കിലും വനിതാ മെമ്പർമാരെ അതിക്രമിക്കാൻ ശ്രമിച്ചാൽ നേരെ സ്പീക്കറുടെ ഡയസിലേക്കാണോ? അങ്ങനെയാണ് ഒരു കേസുണ്ടായിരുന്നെങ്കിൽ ആരെങ്കിലും UDF MLA-മാരെ ആ വിഷയത്തിൽ ആ സമയത്ത് ചോദ്യം ചെയ്യുകയോ ആ വിഷയം അവിടെ റേസ് ചെയ്തിട്ടുള്ളൂ. ഇവർ ആദ്യമേ തന്നെ സഭാ സമ്മേളനം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ സ്പീക്കർ ഡയസ് കയ്യേറി ജയരാജൻ കസേര താഴെ ഇട്ടു, ഉന്തിത്തള്ളി, 2 പ്രാവശ്യം തള്ളി എന്ന് ജയരാജൻ ആദ്യം സമ്മതിക്കണം. അതിന്റെ പ്രതിഷേധം, ജനങ്ങളിലുള്ള പ്രതിഷേധം മറച്ചു വെക്കുന്നതിന് വേണ്ടിയാണ് ഈ കള്ളക്കേസ് ഉണ്ടായതെന്ന രണ്ടാമത്തെ കാര്യം. ഇപ്പൊ ഇനി നികേഷ് ചോദിച്ചത് ഞാൻ പറയാം. ഇന്നത്തെ സംഭവം എന്താ? ഇന്ന് ചോദ്യോത്തരവേള ആരംഭിക്കുമ്പോൾ തന്നെ പ്രതിഷേധ പ്രകടനവുമായിട്ടാണ് വന്നത്. നേരത്തെ ഞാൻ നികേഷ് ചോദിക്കുന്നത് കേട്ടു, ആ പ്രതിഷേധ പ്രകടനത്തെ കേട്ടു. സാധാരണ ചോദ്യോത്തരവേള കഴിഞ്ഞിട്ടാണ് പ്രതിപക്ഷ നേതാവിനോ മറ്റ് നേതാക്കന്മാർക്കോ അടിയന്തര പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ അവസരം കൊടുക്കുക. ഇത് ചോദ്യോത്തരവേള ആരംഭിക്കുമ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവിന് മൈക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. മൈക്ക് കൊടുത്തു. അദ്ദേഹം പറഞ്ഞു 3 കാര്യങ്ങൾ. ആ കാര്യങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു. അത് കേൾക്കാൻ പ്രതിപക്ഷം തയ്യാറായില്ല. അതിനുശേഷം സ്പീക്കർ വീണ്ടും ചോദ്യം വിളിച്ചു. ചോദ്യം വിളിക്കുമ്പോൾ പ്രതിപക്ഷത്തിനാണ് ആദ്യത്തെ ചോദ്യം. ആ ചോദ്യത്തിന് ഉന്നയിച്ച വ്യക്തി, പ്രതിപക്ഷ മെമ്പർ, ചോദ്യം ഉന്നയിക്കാൻ തയ്യാറായില്ല. അവർ നടുത്തളത്തിലേക്ക് ഇറങ്ങി മുദ്രാവാക്യം വിളിച്ചു. സ്പീക്കറുടെ ഡയസിലേക്ക് തന്നെ അവർ ആംഗ്യം കാണിച്ചു, തള്ളിക്കയറിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചു. അവിടെ സ്പീക്കർ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു, നിങ്ങൾ സീറ്റിലേക്ക് മടങ്ങിപ്പോകണം, സഭാ നടപടികളുമായിട്ട് സഹകരിക്കണം, അടിയന്തര പ്രമേയത്തിന്റെ അവസരം അതിന്റെ സമയത്ത് നൽകും, ചോദ്യോത്തരം കഴിഞ്ഞിട്ടാണ് അടിയന്തര പ്രമേയം. ഈ കാര്യങ്ങളെല്ലാം സ്പീക്കർ ആവർത്തിച്ചു പറഞ്ഞിട്ടും സഹകരിക്കാൻ തയ്യാറല്ലാത്ത സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളുടെ സാഹചര്യങ്ങളെ ന്യായീകരിക്കുന്നു. അതിന്റെ ആവർത്തനം വന്നപ്പോഴാണ് അടിയന്തരമായ ഗവൺമെന്റ് ബിസിനസ് പൂർത്തിയാക്കി ഇവിടെ നിയമസഭാ സമ്മേളനം വെട്ടിച്ചുരുക്കാൻ. പക്ഷേ ശ്രീ സണ്ണി ജോസഫ്, സസ്പെൻഡ് ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ സഭ നിർത്തിവെച്ച് വീണ്ടും 9:30-ക്ക് തുടങ്ങാമായിരുന്നു. അങ്ങനെയൊക്കെയല്ലേ സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ സഭ ചെയ്യുന്നത്. പി.സി. ജോർജ്, വലിയ ഭീതി ഭരണപക്ഷത്ത് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടോ? നേരത്തെ ശ്രീ ഇ.പി. ജയരാജൻ ചൂണ്ടിക്കാണിച്ചതുപോലെ അഴിമതി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ആരോപണങ്ങൾ ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സഭ ഇങ്ങനെ നടത്തിക്കൊണ്ടുപോകുന്നത് നന്നായിരിക്കില്ല എന്ന തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ ഓടിയതാണോ നിങ്ങൾ? അതിന്റെ വസ്തുതാപരമായ കാര്യങ്ങൾ എല്ലാവർക്കും അറിയില്ല. എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയാം. ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട സ്പീക്കർ പ്രതിപക്ഷ കക്ഷി നേതാക്കളുമായിട്ട് ഒരു ചർച്ച നടത്തി. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഭരണകക്ഷിയിലെ കക്ഷി നേതാക്കന്മാരുമായിട്ട് ചർച്ച നടത്തി. അതിനുശേഷം പ്രതിപക്ഷ കക്ഷി നേതാക്കന്മാർ ഒരുമിച്ചിരുത്തി സ്പീക്കർ ചർച്ച നടത്തി. ആ ചർച്ചയിൽ വി എസ് അച്യുതാനന്ദൻ പറഞ്ഞ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നതൊക്കെ സണ്ണി ജോസഫൊക്കെ പറഞ്ഞല്ലോ. വി എസ് ഉറച്ചൊരു നിലപാടെടുത്തു. ഞങ്ങളെ MLA-മാരെ സസ്പെൻഡ് ചെയ്തത് അത് വിഡ്രോ ചെയ്യണം, അതോടൊപ്പം അല്ലെങ്കിൽ ഭരണകക്ഷിയിലെ സ്ത്രീകൾക്കെതിരെ പെരുമാറിയെന്ന് അവരെ നടപടി സ്വീകരിക്കണം. ഞങ്ങൾക്കത് പറ്റിയല്ലെന്ന് ഞങ്ങൾ പറഞ്ഞു. കാരണം ഞങ്ങളുടെ ഭരണകക്ഷി MLA-മാർ അങ്ങോട്ട് പോയിട്ടില്ലാത്ത സാഹചര്യത്തിൽ ഇങ്ങോട്ട് വന്നതാണ്, അതുകൊണ്ട് പറ്റുകയില്ല എന്ന് ഉറച്ച നിലപാട് മുഖ്യമന്ത്രിയും പറഞ്ഞു. അങ്ങനെ ചർച്ച വഴിമുട്ടിയപ്പോ ബഹുമാനപ്പെട്ട പാർട്ടിയുടെ CPM-ന്റെ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു,
നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ നിൽക്കുന്നു, ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായത്തിൽ നിൽക്കുന്നു. ഞമ്മക്ക് ഇരുന്ന് വിട്ടുപോകാൻ കഴിയില്ല. ബഡ്ജറ്റ് അവതരിപ്പിച്ചില്ല എന്ന ലൈനാണ് ഞങ്ങൾക്കുള്ളത്, ഞങ്ങളുടെ തീരുമാനമാണത്. അപ്പൊ അതിനനുസരിച്ച് ഈ നിയമസഭയുടെ ഓട്ടോ അക്കൗണ്ടിലോ സപ്ലിമെന്ററി ഡിമാൻഡിലോ ഫൈനാൻസ് ബില്ലിലോ ഞങ്ങൾക്ക് സഹകരിക്കാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾ ക്ലിയറായി സൗകര്യമാണ്. ശ്രീ പി ജയരാജൻ, കോടിയേരി അങ്ങനെ പറയാമോ? സഭ നടത്തിക്കൊണ്ടു പോവുക എന്നുള്ള ഉത്തരവാദിത്തം ഭരണപക്ഷത്തിന് മാത്രമുള്ളതാണോ? പ്രതിപക്ഷത്തിന്റെ കൂടിയല്ലേ അത്? സഭാ നടപടികൾ മര്യാദക്ക് നടത്തിക്കൊണ്ടു പോകണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലും ഒരു നിലപാട് ഭരണകക്ഷികൾ സ്വീകരിക്കാൻ പാടില്ലായിരുന്നു. നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, ഇന്നത്തെ അജണ്ടയിൽ തന്നെ അവർ മുൻകൂട്ടി തയ്യാറാക്കിയിട്ടാണ് അജണ്ട വെച്ചിരിക്കുന്നത്. ധനവിനിയോഗ ബില്ല് തുടങ്ങിയിട്ടുള്ള ഒരു 4-5 ദിവസത്തേക്കുള്ള അജണ്ടകൾ മുഴുവൻ ഇന്നത്തെ അജണ്ടയിൽ മാറ്റി ഉൾപ്പെടുത്തി 1 മിനിറ്റ് കൊണ്ട് പാസ്സാക്കി പോകത്തക്ക നിലയിൽ സംവിധാനം ഒരുക്കിയിട്ടാണ് അവർ നിയമസഭയിലേക്ക് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ നാളെയും മറ്റന്നാളും ഉള്ള സബ്ജക്ട് എന്തിനാ, വിഷയങ്ങൾ എന്തിനാ ഇന്നത്തേക്ക് മാറ്റിക്കൊണ്ടുവന്നത്? തുടരുക. ശ്രീ ഇ പി ജയരാജൻ, ക്ഷമിക്കണം, ശ്രീ പി സി ജോർജ്, ഇ പി ജയരാജൻ പറയുന്നതല്ലേ അതിന്റെ ശരി? നാഷണൽ ആന്തം പാടാനുള്ളവരെ പോലും തയ്യാറാക്കി നിർത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ സാനിഡേ ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നിങ്ങൾ സഭയിൽ ഇന്ന് വന്നത്. പറയാൻ മതി. പക്ഷെ ഞമ്മക്ക് ഒരു കള്ളം പറഞ്ഞ ഇടപാടില്ല. ഇവർ ഇന്ന് സ്വാഭാവികമായി അവരെ സസ്പെൻഷൻ അംഗീകരിക്കാതെ സഭയ്ക്കകത്ത് കയറിയാൽ എന്ത് ചെയ്യും? സഭ പിരിയേണ്ട സാഹചര്യം ഉണ്ടാവും. അവർ വന്നില്ല എന്നുള്ളത് ഓർക്കണം. പറയട്ടെ. അപ്പൊ സസ്പെൻഷൻ അംഗീകരിച്ച് അവർ സഭ കയറിയില്ലെങ്കിൽ സഭ തുടരുന്ന സാഹചര്യമാണെങ്കിൽ നമുക്ക് നിയമം അനുസരിച്ച് ഇന്ന് സപ്ലിമെന്ററി ഡിമാൻഡ് ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാം. ഇതാണ് ഞങ്ങളുടെ തീരുമാനം. എന്തെങ്കിലും കാരണവശാൽ അവർ ഒരു കാരണവശാലും സഭ തുടരാൻ അനുവദിക്കില്ല എന്ന് പുറത്ത് അവരുടെ പ്രസ്താവന വന്ന സാഹചര്യത്തിൽ അങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം എന്നതിനെ പറ്റി ഞങ്ങൾ ആലോചിച്ചു. ഇവിടെ ജനഗണന പാടാൻ നാളെ തയ്യാറാക്കാനൊന്നുമില്ല. ജനഗണന പാടുന്ന സ്റ്റാഫാണ്. നമ്മുടെ നിയമസഭാ സ്റ്റാഫിൽപ്പെട്ട പാട്ട് പാടുന്ന നല്ല പെൺകുട്ടികളുണ്ട്. അവരാണ് ജനഗണന പാടുന്നത്. അതല്ലാതെ പുറത്തുനിന്ന് ആരെ വിളിച്ചുകൊണ്ടൊന്നല്ല. അപ്പൊ സ്വാഭാവികമായി ഇന്ന് രാവിലെ തന്നെ 8 മണിക്ക് മുമ്പ് തന്നെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് സ്പീക്കർക്കും ഞങ്ങൾക്കും ബോധ്യമായ സാഹചര്യത്തിൽ ഇന്ന് നിയമസഭ പിരിയാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു. അതിൽ 5 മിനിറ്റ് കൂടി ചെയ്യാവുന്ന കാര്യമാണ്. ഇന്നലെ ചെയ്യേണ്ട കാര്യമില്ല. ഇതെല്ലാം നിയമസഭാ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് വെച്ചിരിക്കുകയല്ലേ. കാരണം എന്ത് സംഭവിക്കും? ഭരണഘടന പറ്റും. അതാണ് താങ്കളുടെ വാദം. ശ്രീ ജോസഫ് എം പുതുശ്ശേരി, സഭയെ അരക്കില്ലമാക്കി ചതിയും വസ്ത്രാക്ഷേപവുമാണ് അവിടെ നടന്നത്. ദുര്യോധനന്മാരും ദുശാസനന്മാരും അഴിഞ്ഞാടി. സഭയ്ക്ക് അകത്ത് മാത്രമല്ല പുറത്തും അഴിഞ്ഞാടി. പി സി ജോർജ് തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ നിങ്ങളുടെ പാർട്ടിയെ തന്നെ നടുക്കടലാക്കി കളഞ്ഞല്ലോ KM മാണി. മാത്രമല്ല നിങ്ങളെപ്പോലുള്ള മണിയടിക്കാരാണ് യഥാർത്ഥത്തിൽ, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ചർച്ച ഈ മണിയടിക്കാർ അനുവദിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നത് നിങ്ങളൊന്ന് പുനരാലോചിക്കൂ. KM മാണി ഈ മന്ത്രിസഭയിൽ തുടരേണ്ടതുണ്ടോ, അതോ ശ്രീ പി സി ജോർജ് തന്നെ പറഞ്ഞതുപോലെ നല്ല ശുദ്ധിയോടുകൂടി തിരികെ വരുന്നതിന് വേണ്ടി ഇപ്പോൾ രാജിവെച്ച് പോകുന്നതല്ലേ? ഭാവിയിൽ ഈ പോരാട്ടം ഇനിയിപ്പോൾ തെരുവിലേക്ക് നീക്കുമെന്നാണ് LDF പറയുന്നത്. അത് ഒഴിവാക്കാനെങ്കിലും അല്ല, പ്രതിപക്ഷം പ്രക്ഷോഭം തെരുവിലേക്ക് നീക്കുന്നതിൻ്റെ പേരിൽ ഒരു മന്ത്രി രാജിവെക്കണമെന്ന വാദം അംഗീകരിച്ചാൽ ഏതെങ്കിലും മന്ത്രിക്ക് പ്രവർത്തിക്കാൻ കഴിയുമോ? അങ്ങനെ ഒരു വാദമുഖം അംഗീകരിക്കാനേ കഴിയില്ലല്ലോ. എന്ന് മാത്രമല്ല, പ്രതിപക്ഷത്തിൻ്റെ പ്രക്ഷോഭം ആദ്യമായി കേരളത്തിൽ ഉണ്ടാകുന്നതല്ലല്ലോ. കേരളത്തിലെ പ്രതിപക്ഷം മുഖ്യമന്ത്രിക്കെതിരായി ഇതേപോലെ പ്രക്ഷോഭം നടത്തിയതാണ്. ആ പ്രക്ഷോഭത്തിൻ്റെ സ്ഥിതി എന്താണ് എന്ന് നമ്മൾ കണ്ടു. 6 മാസം മുമ്പ് വരെ കേരളത്തിലെ പ്രതിപക്ഷം പറഞ്ഞത് മുഖ്യമന്ത്രി ശരിയല്ല, ഉമ്മൻചാണ്ടി പാടില്ല, ഉമ്മൻചാണ്ടി മാറട്ടെ, KM മാണി എന്നാണ് 6 മാസം മുമ്പ് പറഞ്ഞത്. ഇപ്പോൾ നേരെ തിരിച്ചു പറയുന്നു, KM മാണി മാറട്ടെ, മുഖ്യമന്ത്രി സ്വീകാരനാണ്. ഇത് നാറാണത്ത് ഭ്രാന്തന്റെ നടപടിയുടെ പുനരാവർത്തനമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ ഇതുപോലെയുള്ള പ്രായോഗികമല്ലാത്ത നിലപാടുകൾ അംഗീകരിച്ചുകൊണ്ട് ഒരു ഭരണമുന്നണിക്കും ഒരു ഗവൺമെന്റിനും പ്രവർത്തിക്കാൻ കഴിയില്ല. ഇപ്പൊ നിയമസഭയിലെ കാര്യം പറഞ്ഞു. യഥാർത്ഥത്തിൽ നിയമസഭയിൽ ഇന്ന് നടന്നത് എന്താണെന്ന് പറയാൻ ഞാൻ ആളല്ല. പക്ഷേ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ എന്താണ്, പ്രതിപക്ഷമാണ് നിയമസഭാ നടപടികളിൽ നിന്ന് ഒളിച്ചോടിയിരിക്കുന്നത്. അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ട് ആ നോട്ടീസ് നിയമസഭയിലെ ചോദ്യോത്തര വേള കഴിയാൻ കാത്തിരുന്നാൽ 9:30 മണിക്ക് അവർ നോട്ടീസ് നൽകിയിരുന്ന അടിയന്തര പ്രമേയം പരിഗണിക്കണമെന്ന ചർച്ച എടുക്കാൻ കഴിയും. ഇവിടെ പറഞ്ഞതുപോലെ സ്പീക്കർ അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. അപ്പോൾ അവർക്ക് ലഭിക്കുമായിരുന്ന ഒരു അവസരം
അടിയന്തര പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് അവതാരകയ്ക്ക് സംസാരിക്കാൻ ലഭിക്കുമായിരുന്ന അവസരം അനുമതി നിഷേധിച്ചാൽ പ്രതിപക്ഷ നേതാവിനും മറ്റ് കക്ഷി നേതാക്കൾക്കും ലഭിക്കുമായിരുന്ന അവസരം ഇതൊക്കെ കളഞ്ഞു കുളിച്ചുകൊണ്ട് ഇത്തരമൊരു നിയമസഭയുടെ നടപടിയിൽ നിന്ന് ഒളിച്ചോടിയത് പ്രതിപക്ഷമാണ്. അതിനവർക്ക് കൃത്യമായ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ഇന്നലത്തെ CPM കമ്മിറ്റിയിൽ അച്യുതാനന്ദന്റെ നടപടി, അച്യുതാനന്ദന് മേലുള്ള എല്ലാ നടപടികളും സംസ്ഥാന കമ്മിറ്റിയുടെ നടപടികൾ പൂർത്തീകരിച്ച് അദ്ദേഹം നിരായുധനായി തിരിച്ചു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ നിയമസഭാ സമ്മേളനം നടന്നാൽ പ്രതിപക്ഷ പ്രക്ഷോഭത്തിന്റെ നേതൃനിരയിൽ അദ്ദേഹം നിൽക്കുന്നത് കാണേണ്ടി വരും. അത് CPM ആഗ്രഹിക്കുന്നില്ല. വളരെ പ്രസക്തമായ കാര്യമാണ് ശ്രീ ജോസഫ് എം പുതുശ്ശേരി ഉന്നയിച്ചത്. ചോദ്യോത്തര വേള എന്ന 1 മണിക്കൂർ നിങ്ങൾ ക്ഷമയോടെ കാത്തിരുന്നു എങ്കിൽ അടിയന്തര പ്രമേയം ജമീല പ്രകാശത്തിനെ കൊണ്ട് അവതരിപ്പിക്കാമായിരുന്നു. മുഖ്യമന്ത്രി അതിന് മറുപടി പറയേണ്ടി വരുമായിരുന്നു. നിയമസഭയ്ക്കുള്ളിൽ നടന്ന കാര്യമല്ല. MA വാഹിദിൻ്റെയും കോഴിക്കോട് DC പ്രസിഡന്റ് KC അബുവിൻ്റെയും പത്തനംതിട്ട DCC പ്രസിഡന്റിൻ്റെയും ഒക്കെ പ്രസംഗങ്ങൾ നിങ്ങൾക്ക് നിയമസഭാ രേഖകളിൽ എത്തിക്കാമായിരുന്നു. അതിനുശേഷം പ്രതിപക്ഷ നേതാവിന് പ്രസംഗിക്കാമായിരുന്നു, കക്ഷി നേതാക്കൾക്ക് സംസാരിക്കാമായിരുന്നു, ഇടപെട്ട് പലർക്കും സംസാരിക്കാമായിരുന്നു. അതെല്ലാം ഒഴിവാക്കിയത് അത്ഭുതത്തോടെയല്ലേ നമ്മളൊക്കെ കാണേണ്ടത്? ഇനിയും ഒട്ടനവധി സമയങ്ങൾ സംസാരിക്കാൻ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഞങ്ങൾ നിയമസഭയിൽ യഥാർത്ഥ പ്രശ്നം ഞങ്ങൾ 4-5 പേരെ സസ്പെൻഡ് ചെയ്ത് പുറത്തു വെച്ചിരിക്കുകയാണ്. ആ പ്രശ്നങ്ങളെ സംബന്ധിച്ച് സഭ ഉന്നയിച്ച് ചർച്ച ചെയ്യണം എന്ന് നിയമസഭാ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷവുമായിട്ടും ഒരു സഹകരണാത്മകമായ നിലപാട് ഉണ്ടാക്കാൻ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്ത് വീണ്ടും ചേരുന്ന സ്ഥിതിയൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു വരുന്ന അതുമാത്രമല്ല, ഈ നിയമസഭ ഇന്നോടുകൂടി അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് വരുന്ന 3-4 ദിവസത്തേക്കുള്ള വെച്ചിരിക്കുന്ന അജണ്ട പോലും ഇന്നത്തെ അജണ്ടയിൽ ഉൾപ്പെടുത്തി പ്രത്യേകമായ പരിപാടി തയ്യാറാക്കിയിട്ടും ദേശീയ ഗാനം ആലപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആളുകളെയൊക്കെ തയ്യാറാക്കി വന്ന് രാവിലെ തന്നെ ഇത് അവസാനിപ്പിക്കാൻ പുറപ്പെട്ടിരിക്കുകയാണ്. ഇത് അവസാനിപ്പിക്കാൻ പുറപ്പെട്ടിരിക്കുന്നത് ഞങ്ങൾക്ക് നിയമസഭ തുടരുകയാണ് വേണ്ടത്. നിങ്ങളീ പറഞ്ഞതുപോലെ ഈ മന്ത്രിമാരുടെ അഴിമതികൾ, ഇവരുടെ കെടുകാര്യസ്ഥത, ഇനിയും ഒരുപാട് അഴിമതികളും പ്രശ്നങ്ങളും വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇതെല്ലാം നിയമസഭയിൽ ഉന്നയിക്കാനുള്ള വേദിയാണ്, ജനകീയ പ്രശ്നങ്ങൾ ഉന്നയിക്കാനുള്ളതാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ വാഹിദ് നടത്തിയിട്ടുള്ള അതിനീചമായിട്ടുള്ള പ്രസംഗം, KK അബു എന്ന് പറഞ്ഞ നിലവാരം കെട്ട ഒരു നേതാവ് നടത്തിയിട്ടുള്ള പ്രകടനങ്ങൾ, സ്ത്രീകൾക്ക് നേരെ നടന്നിട്ടുള്ള അതിക്രമങ്ങൾ, സ്ത്രീകൾക്ക് നേരെ കയ്യേറ്റങ്ങൾ, നിയമസഭാ നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമായിട്ട് ലഡു തിന്നുകയും നൃത്തമാടുകയും ചെയ്തിട്ടുള്ള ഭരണകക്ഷി MLA-മാർ, ഈ കാര്യങ്ങളെല്ലാം നിയമസഭയിൽ ശക്തമായി ഇനിയും ആവർത്തിക്കാനും ഉന്നയിക്കാനുമുള്ള വേദി എന്നുള്ള നിലയിൽ ഈ സഭ നടന്നു പോകേണ്ടത് ഞങ്ങളുടെ ആവശ്യമാണ്. ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യണം. ബഡ്ജറ്റാണ്. ആ ബഡ്ജറ്റിനെ സംബന്ധിച്ച് ഞങ്ങൾ പറഞ്ഞിട്ടുള്ള വസ്തുതാപരമായ കാര്യങ്ങൾ ഇതെല്ലാം നിഷേധിച്ചുകൊണ്ട് ബാലിശമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് അതിൽ നിന്ന് ഒളിച്ചോടി ഇത് ഇപ്പോൾ നമ്മുടെ കേരള കോൺഗ്രസിൻ്റെ നേതാവ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള മാത്രമല്ല, മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ പറയുന്നത്. ഇങ്ങനെ മുഖ്യമന്ത്രി തന്നെ നിലവാരം കുറഞ്ഞ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി ഈ സഭയെ അലങ്കോലപ്പെടുത്തി ചർച്ച ചെയ്യാനുള്ള വേദിയെ ഇല്ലായ്മ ചെയ്തിട്ടുള്ളത് മുഖ്യമന്ത്രിയാണ്, മുഖ്യമന്ത്രിയുടെ നടപടികളാണ്. തുടരുക. ശ്രീ പി ജയരാജൻ, ഇനി ഇത് തെരുവിലേക്കാണ്. ഞാൻ സണ്ണി ജോസഫിലേക്ക് മടങ്ങിയെത്താം. എനിക്ക് സണ്ണി ജോസഫിൻ്റെയും അക്കാര്യത്തിലുള്ള അഭിപ്രായം അറിയേണ്ടതുണ്ട്. ശ്രീ പി ജയരാജൻ, KC അബു, വാഹിദ്, പത്തനംതിട്ട DCC പ്രസിഡന്റ്, ഇവരുടെയൊക്കെ ഭാഷ ഇനി ഈ പ്രതിപക്ഷം തെരുവിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ്. ശരിയാണ്, നിയമസഭയിൽ മാണി ബജറ്റ് അവതരിപ്പിക്കാൻ പാടില്ല എന്ന ആവശ്യം ഉന്നയിച്ച് ഈ പി ജയരാജൻ അടക്കമുള്ളവർ ഡയസിൽ കയറി എല്ലാം പൊട്ടിച്ച് കളയുന്നതൊക്കെ തന്നെയും ജനങ്ങളിൽ നല്ല രീതിയിലുള്ള അഭിപ്രായം ആയിരിക്കില്ല ഒരുപക്ഷെ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. പക്ഷേ അതിനുശേഷം ഈ പറയുന്ന ദുശാസനന്മാരും ദുശാസനന്മാരും ദുര്യോധനന്മാരും ഒക്കെ സ്ത്രീകളെ അപമാനിച്ചുകൊണ്ട് അവരെ ബഹുമാനമില്ലാതെ കാണുന്നതിനോട് പൊതുസമൂഹത്തിന് അറപ്പും വെറുപ്പുമായിരിക്കും എന്ന കാര്യത്തിൽ താങ്കൾക്ക് വല്ല തർക്കവുമുണ്ടോ? ശ്രീ PC ജോർജ്. പാണ്ഡവന്മാർ ധർമ്മയുദ്ധം ചെയ്തിട്ടുണ്ട്. ശ്രീ PC ജോർജിനോടാണ് ചോദ്യം. അല്ലല്ല, ആ പ്രശ്നത്തിൽ താങ്കളുടെ അഭിപ്രായം? ആ പ്രശ്നത്തിൽ സ്ത്രീകളോട് മോശമായി പെരുമാറി എന്ന് തെളിയിച്ചാൽ നടപടി സ്വീകരിക്കാമെന്ന് സ്പീക്കർ പറഞ്ഞല്ലോ.
പിന്നെ പി സി പറയണം. നിയമസഭയ്ക്ക് അകത്ത് നടന്ന കാര്യങ്ങളല്ല, നിയമസഭയ്ക്ക് അകത്ത് നടന്ന കാര്യത്തിൽ ഒരുപക്ഷെ നമുക്ക് തർക്കിക്കാം. കാരണം സ്ത്രീ MLA-മാർ പ്രക്ഷോഭത്തിലേർപ്പെട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അവരെ തൊട്ടുപോകുന്നതും അവരുമായി മുട്ടിപ്പോകുന്നതൊന്നും ലൈംഗിക ചേഷ്ടയോടുകൂടിയാണ് എന്ന വാദത്തോടൊന്നും ആർക്കും യോജിപ്പില്ല. അത് വിട്ടുകളയുക. അതിനപ്പുറത്തേക്ക് KC അബുവും MA വാഹിദും പത്തനംതിട്ട DCC പ്രസിഡന്റും ഒക്കെ തന്നെയും അവരെ അപമാനിച്ച് സംസാരിക്കുന്നു, അവരോട് ബഹുമാനമില്ലാതെ സംസാരിക്കുന്നതൊക്കെ അത് ഞാൻ പറഞ്ഞു മോശമായി പോയി. സംശയം വേണ്ട. സ്ത്രീകളോട് എന്തെങ്കിലും മോശമായി സംസാരിച്ച് പേര് ദോഷം മുന്നണിക്ക് ഉണ്ടാക്കരുത് എന്നാണ് എന്റെ അഭ്യർത്ഥന. തുടരുക. നിൽക്കൂ, ഞാനത് സണ്ണി ജോസഫിനോട് കൂടി ചോദിക്കട്ടെ. സണ്ണി ജോസഫ്, താങ്കളൊരു മാന്യനായ പൊതുപ്രവർത്തകൻ, ഇങ്ങനെയൊക്കെ സഹപ്രവർത്തകർ പറയുമ്പോൾ അതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണോ ചെയ്യുക? നികേഷ്, കറക്റ്റ് ചോദ്യമാണ്. ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു പ്രസ്താവനയാണ് KC അബുവിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതുപോലെ വാഹിദും പ്രസംഗിക്കാൻ പാടില്ലായിരുന്നു. പത്തനംതിട്ട DC പ്രസിഡന്റ് പറഞ്ഞത് മുഴുവൻ ഞാൻ കേട്ടില്ല. അതൊരു ഇഷ്യൂ ആയിട്ട് വലിയ ഡെവലപ്പ് ചെയ്ത് വന്നില്ല. KC അബുവിന്റെ കേസ് എടുക്കുക. KPCC പ്രസിഡന്റ് അദ്ദേഹത്തെ താക്കീത് ചെയ്തു, താനിത് പിൻവലിച്ചു മാപ്പ് പറയണം. KPCC പ്രസിഡന്റിനെ വായിച്ചു കേൾപ്പിച്ച സ്റ്റേറ്റ്മെന്റ് ആണ് KC അബു. അതൊന്നും പോരാ ശ്രീ സണ്ണി ജോസഫ്. താങ്കൾ കണ്ണൂർ DCC പ്രസിഡന്റ് ആയിരുന്നിട്ടുള്ള ആളാണ്. കണ്ണൂർ DCC പ്രസിഡന്റ് എന്നോ അല്ലെങ്കിൽ മറ്റൊരു DCC പ്രസിഡന്റ് എന്നോ പറയുമ്പോൾ ഒരു എക്സിക്യൂട്ടീവ് പദവിയാണ്. കോൺഗ്രസിൽ ഒരു DCC പ്രസിഡന്റിന്റെ അധികാരങ്ങൾ വളരെ വലുതാണ്. അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിൽ ഈ പറയുന്ന താക്കീത് മാത്രം മതിയോ? അവരെ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്ത് മാതൃകയാകണ്ടേ രാഷ്ട്രീയത്തിൽ? അതിലെന്താണ്? അദ്ദേഹം KC അബു പിൻവലിക്കുകയും പരസ്യമായിട്ട് മാപ്പ് ചോദിക്കുകയും ചെയ്തിരിക്കുന്നു. KC അബു പിൻവലിച്ചത് എപ്പോഴാണ്? KC അബു പിൻവലിച്ചത് VM സുധീരൻ അക്കാര്യത്തിൽ ഇടപെട്ട് മാപ്പ് പറയണം എന്ന് പറഞ്ഞതിന് ശേഷം, KC അബു നേരിട്ട് മാപ്പ് പറയുകയല്ല ഉണ്ടായിട്ടുള്ളത്. ഞാൻ VM സുധീരനോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് VM സുധീരനോട് അദ്ദേഹം സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം VM സുധീരൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ ആവർത്തിക്കുക മാത്രമാണ് KC അബു ചെയ്തത്. അത് ശരിയാണ്. ഇത് ഞങ്ങൾ വാർത്തയിൽ നിന്ന് അത് മനസ്സിലാക്കുന്നു. ബഹുമാന്യ KPCC പ്രസിഡന്റ് തന്നെ ആ കാര്യത്തിൽ ഇടപെടുകയും ആ പ്രസ്താവന പിൻവലിക്കണമെന്നും മാപ്പ് പറയണമെന്ന് KPCC പ്രസിഡന്റ് ശഠിക്കുകയും കോൺഗ്രസ് നേതൃത്വം ഒന്നാകെ KC അബുവിൽ ശക്തമായിട്ടുള്ള സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു. അതുകൊണ്ടാണ് KC അബു അത് പിൻവലിച്ച് പരസ്യമായിട്ട് മാപ്പ് പറഞ്ഞത്. പ്രതിപക്ഷം ചെയ്ത ഏതെങ്കിലും ഒരു തെറ്റിന് EP ജയരാജൻ സ്പീക്കറുടെ ഡയസിൽ കയറി കസേര മറിച്ചിട്ടതിന് അദ്ദേഹത്തിന്റെ പേരിൽ ആക്ഷൻ വന്നു. അദ്ദേഹം എന്താ പറഞ്ഞത്? ഞാനതിൽ അഭിമാനം കൊള്ളുന്നു, ഞാൻ ഇനിയും ചെയ്യും എന്നല്ല അദ്ദേഹം പരസ്യമായിട്ട് പ്രസംഗിച്ചത്. ഇത് കോൺഗ്രസ് അതല്ല ചെയ്തത്. KC അബുവും വാഹിദും തെറ്റ് ചെയ്തപ്പോൾ അപ്പോൾ തന്നെ നേതൃത്വം ഇടപെട്ടു, തിരുത്തിച്ചു, പരസ്യമായിട്ട് മാപ്പ് പറയിച്ചു. വാഹിദിന്റെ പേരിൽ ബിജു മോളിന്റെ കേസ് വന്നപ്പോൾ FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. അതാണ് കോൺഗ്രസും CPM തമ്മിലുള്ള വ്യത്യാസം. അതാണ് ഭരണകക്ഷിയും പ്രതിപക്ഷവും തമ്മിലുള്ള വ്യത്യാസം. ഒരിക്കലും ഈ തെറ്റായ പ്രസ്താവനകളോട് ഞങ്ങൾ ഒരിക്കലും യോജിക്കുന്നില്ല, ആരും യോജിക്കുന്നില്ല. ജോസഫ് M പുതുശ്ശേരി, ഇത് വാഹിദിന്റെയും KC അബുവിന്റെയും മാത്രം കുറ്റമല്ല. KM മാണി, നിങ്ങളുടെ പരമാധ്യക്ഷൻ, അദ്ദേഹം പറയുകയാണ് പ്രതിപക്ഷത്തെ MLA-മാർക്ക് എന്തോ ഒരു ഇതുണ്ട് എന്ന്. ഇതാണ്? പ്രക്ഷോഭത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് EP ജയരാജനെ പോലെ പ്രതിപക്ഷത്തെ MLA-മാരും. അവർക്ക് ഇതുണ്ട് എന്നും അവരെ പേരെടുത്ത് ഈ തരത്തിൽ സ്ത്രീകൾ എന്നുള്ള നിലയിൽ മാറ്റി നിർത്തി വിമർശിക്കുകയും ചെയ്യുന്നത് 50 വർഷത്തെ നിയമസഭാ പ്രവർത്തന പാരമ്പര്യമുള്ള KM മാണിക്ക് യോജിച്ചതാണോ? ഞാൻ നികേഷിനോട് എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയട്ടെ, അദ്ദേഹം പറഞ്ഞതിൻ്റെ നിങ്ങളുടെ കയ്യിൽ തന്നെ അതിൻ്റെ ദൃശ്യങ്ങളുണ്ട്. അതിന് ഏത് സാഹചര്യത്തിലാണ് ഒരു മോശപ്പെട്ട വാചകം പറഞ്ഞിട്ടില്ല. അത് നിങ്ങളെക്കൂട്ടുള്ള ആളുകൾ വിവാദമാക്കാൻ ശ്രമിക്കുന്നു എന്ന് കണ്ടപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ വിശദീകരണം അപ്പോൾ തന്നെ നൽകി. അപ്പോൾ അത്തരത്തിൽ സ്ത്രീത്വത്തോട് ബഹുമാനവും ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ലെന്നും ഒക്കെ പറഞ്ഞ് അദ്ദേഹം വ്യക്തമാക്കിയതിനു ശേഷവും ആ വാചകം പറഞ്ഞ് അതങ്ങനെയാണ് എന്ന് പ്രചരണം നടത്താൻ ശ്രമിക്കുന്ന, അറിഞ്ഞോ അറിയാതെയോ നികേഷ് അടക്കമുള്ള ആളുകൾ അതിൽ പങ്കാളികളാവുമ്പോൾ സ്വാഭാവികമായും അവിടെയാണ് ഈ പ്രശ്നം ഉയർന്നു വരുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. PC ജോർജ്, ഇനിയിപ്പോൾ തെരുവിലേക്ക് പോവുകയാണ്. നിങ്ങൾ മൈക്ക് വെച്ച് പ്രസംഗിക്കുമ്പോൾ
ആർക്കാണ് നേട്ടമുണ്ടാവുക, ആർക്കാണ് കോട്ടമുണ്ടാവുക എന്നുള്ളതൊക്കെ വിലയിരുത്തുകയും തൊട്ടടുത്ത തെരഞ്ഞെടുപ്പ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഒരു അന്തിമ വിധി വരികയും ചെയ്യും. അതുകൊണ്ട് ജനങ്ങൾ ഇക്കാര്യത്തിൽ വിധി എഴുതുമെന്നുള്ളത് കൊണ്ട് നമുക്ക് ഈ ചർച്ചയിൽ ഒരു കൺക്ലൂഷൻ ആവശ്യമില്ല. ഇവിടെ കോടതിയിലേക്ക് പോകാൻ പോവുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. സ്പീക്കർ ബജറ്റ് അവതരിപ്പിച്ചു എന്ന് പറഞ്ഞത് ശരിയല്ല, അങ്ങനെ ഒരു ബജറ്റ് അവതരിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ വാദം. അതുപോലെ KM മാണിയെ ഇനിയിപ്പോൾ തെരുവിലിറക്കില്ല എന്ന തീരുമാനവും എടുത്തിട്ടുണ്ട്. കോടതിയിലേക്ക് വിഷയം പോകാൻ പോകുന്നു എന്നുള്ളത് താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത് ഏറ്റവും വലിയൊരു അബദ്ധമല്ലേ? ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി പോയാന്നുള്ളതല്ല, കോടതിക്ക് എന്താ ചെയ്യാൻ കഴിയും? നിയമസഭയിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചു എന്ന് സ്പീക്കർ പറയുകയും സ്പീക്കർ അംഗീകരിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ പിന്നെ ഇനി എന്ത് ചെയ്യാനാ? ഗവർണർ അത് അപ്രൂവ് ചെയ്തു. അതിന് ലെജിസ്ലേച്ചറിനെതിരെ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിനെതിരെ കോടതിയിൽപ്പെട്ട് ആരും മൈൻഡ് ചെയ്യാൻ, ആരും വില കൽപ്പിക്കാൻ, സ്പീക്കർക്കെതിരെ ഒന്നും ചെയ്യാൻ ജുഡീഷ്യറിക്ക് കഴിയില്ല. അദ്ദേഹം നിയമസഭയിൽ പുറത്തു വല്ല പാപം ചെയ്യുകയോ അല്ല കൊലക്കേസ് ചെയ്യുകയൊക്കെ ചെയ്യാമെന്നുള്ളതല്ലാതെ നിയമസഭാ കോമ്പൗണ്ടിനകത്ത് എന്താണെന്ന് തീരുമാനിക്കാനുള്ള അധികാരം ലെജിസ്ലേച്ചറിന്റെ ഹെഡായ സ്പീക്കറുമാണ്. ആ സ്ഥാനത്ത് വീണ്ടും കോടതി കൂടെ പോകുന്നവരുടെ എന്താ കാര്യം? തുടരുക. CP ജയരാജൻ, അത് വളരെ പ്രധാനപ്പെട്ടതാണ് PC ജോർജ് പറയുന്നത്. സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ആയ ഗവർണർ ഇക്കാര്യത്തിൽ ആരാണ് തീർപ്പ് കൽപ്പിക്കേണ്ടത് എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയതാണ്. അങ്ങനെ ഒരു വിഷയം നിങ്ങൾ ഹൈക്കോടതി കൊണ്ടുപോയാൽ കോടതി അത് എടുക്കുമോ? രണ്ടാമത്തെ ചോദ്യം, എത്ര കാലം നിങ്ങൾ ഈ സമരം തുടരും? നേരത്തെ ശ്രീ ജോസഫൻ പുതുശ്ശേരി പറഞ്ഞതുപോലെ ഒരു ഘട്ടത്തിൽ ഉമ്മൻചാണ്ടിക്കെതിരെ നിങ്ങൾ നിരന്തര സമരം പ്രഖ്യാപിച്ചതാണല്ലോ, അത് വഴിക്കിട്ട് പോയല്ലോ. ഇനിയിപ്പോൾ KM മാണിക്കെതിരെ എത്ര കാലം സമരം ചെയ്യും? ഞങ്ങൾ ബഹുജന പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സമരം ചെയ്യും. ആ സമരം ജനങ്ങൾക്കിടയിൽ നല്ലതുപോലെ അതിൻ്റെ സന്ദേശങ്ങൾ എത്തിക്കും. അത് വഴിക്കിട്ട് പോലല്ല. ഒരു പക്ഷേ ഉമ്മൻചാണ്ടി നടത്തിയിട്ടുള്ള ഈ സരിതാ പ്രശ്നത്തിൽ ലക്ഷ്യത്തിലൊന്നും ഒരുപക്ഷെ എത്തിയിട്ടുണ്ടാകില്ല. കാരണം 4 പേരുടെ ഭൂരിപക്ഷം നിയമസഭയിലുണ്ട് എന്നുള്ളത് കൊണ്ട്. അതുകൊണ്ട് ആ സമരമെല്ലാം പരാജയമായിരിക്കുന്നു, വഴിക്കിട്ട് പോയിരിക്കുന്നു എന്ന നിങ്ങളുടെ നിരീക്ഷണം തെറ്റാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, തെരുവിൽ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. PC ജോർജിൻ്റെ കോലം ഇവിടെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കത്തിച്ചു. അടി നടക്കുകയാണ് ഇവിടെ. 3 പേരെ ഇപ്പോൾ പോലീസുകാർ പിടിച്ചുകൊണ്ട് ജോർജിനെ അനുകൂലിക്കുന്നവരെ. തെരുവ് യുദ്ധമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഇതാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിയമപരമായിട്ടുള്ള നടപടികൾ പല വിഷയങ്ങളെ സംബന്ധിച്ച് ഭരണഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതിൽ ഭരണഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ തർക്കം വന്നാൽ അത് സംബന്ധിച്ചിട്ടുള്ള പരിശോധന നടത്തുന്നതിന് വേണ്ടി കോടതിയെ സമീപിക്കാം. ഇവിടെ ഭരണഘടനാ പ്രശ്നമുണ്ട്. ഞങ്ങൾ പറയുന്നത് നിയമസഭയിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടില്ല. റിക്കാർഡുകളും വസ്തുതകളും എല്ലാ തെളിവുകളും എടുത്ത് പരിശോധിച്ചാൽ അത് കാണാം. അതിന് കോടതിയാണ് സമീപിക്കേണ്ടത് എന്ന് മാത്രമല്ല, കോടതിയെ സമീപിക്കേണ്ട മറ്റൊരു വിഷയമുണ്ട്. ഇത് മാത്രമല്ല, അവിടെ വനിതാ MLA-മാരെ നിയമസഭക്കകത്ത് വെച്ച് ആക്രമിച്ചു. ആ വനിതാ MLA-മാരെ ആക്രമിച്ചത് സംബന്ധിച്ച് ഒരു നടപടിയും എടുക്കുന്നില്ല. നിയമസഭയുടെ എല്ലാ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ട് UDF-ന്റെ ഭരണകക്ഷി MLA-മാർ നൃത്തം ചവിട്ടി. അതുപോലെ തന്നെ മന്ത്രിമാരുൾപ്പെടെ വനിതകൾക്ക് നേരെ കയ്യേറ്റം നടത്തി. ഇത് സാധൂകരിക്കത്തക്ക നിലയിൽ അവരുടെ നേതാക്കന്മാർ പരസ്യ പ്രസ്താവന നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനീചമായിട്ടുള്ള നിലയിൽ അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നവർ ഞങ്ങൾ തൽക്കാലം മാപ്പ് പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ഇങ്ങ് പോയി എന്നുള്ള ലാഘവത്തോടു കൂടി അവർക്ക് കാണാം. ഈ സ്ത്രീകൾക്ക് നേരെ പറഞ്ഞിരിക്കുന്ന കാര്യം ഈ അന്തരീക്ഷത്തിൽ നിലനിൽക്കല്ലേ? ആരതിന് പരിഹാരം കാണും? ഞാൻ ചോദിക്കട്ടെ, ഇത് ഈ വാദഗതിയെ ന്യായീകരിക്കുന്ന നിങ്ങൾ സ്വമേധയാ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്തരത്തിലുള്ളൊരു പ്രയോഗം നിങ്ങൾക്ക് നേരെ വന്നാൽ, നിങ്ങൾക്ക് നേരെ ഞാനെന്ന് പറയുന്നത് നിങ്ങൾ ബന്ധപ്പെടുന്നവർക്ക് നേരെ വന്നാൽ നിങ്ങൾക്കുണ്ടാകുന്ന വികാരം എന്തായിരിക്കും? അതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ? KPCC പ്രസിഡന്റ് പറഞ്ഞത് സണ്ണി ജോസഫ് EP ജയരാജനോട് പ്രതികരിക്കുക. ലഡു തിന്നതുപോലുള്ള നിയമസഭയിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ വരുമ്പോൾ താക്കീതോ അല്ലെങ്കിൽ വളരെ ലഘുവോ അത് തന്നെ ഉണ്ടായോ? താക്കീത് ചെയ്യുമെന്നൊക്കെ സ്പീക്കർ നിയമസഭയുടെ പുറത്ത് പറഞ്ഞതേ ഉള്ളൂ. താക്കീത് ചെയ്തോ എന്നുള്ളത് താങ്കളാണ് പറയേണ്ടത്. 1. 2, സ്ത്രീകളെ അപമാനിച്ചതിന് ഖേദം. ഇവർ ശരിയാണ്, ഒരു പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി അവിടെ ചില ചില്ലറ നഷ്ടങ്ങൾ ഉണ്ടാക്കി അതിനിവരെ സസ്പെൻഡ് ചെയ്തുന്നു, പുറത്തിരുത്തുന്നു. നിങ്ങൾ ചെയ്യുന്നതിനെല്ലാം തന്നെയും ഈ ഉപരിപ്ലവമായ ശിക്ഷാ നടപടികൾ മാത്രം. നികേഷ്, അതിൻ്റെ അകത്ത് ഇതിൻ്റെ ഡിഗ്രി ഉണ്ട്, ഗ്രാവിറ്റി ഉണ്ട്.
ഏതാണ് കൂടുതൽ രൂക്ഷമായിട്ടുള്ളത്? ഇതിപ്പോ ലഡുവിന്റെ കാര്യത്തിൽ സ്പീക്കർ പറഞ്ഞു തെറ്റായിപ്പോയി എന്ന് മുഖ്യമന്ത്രി തെറ്റായിപ്പോയെന്നല്ല, സ്പീക്കർ പറഞ്ഞത് താക്കീത് ചെയ്യുമെന്നാണ്. മാണി ലഡു തിന്നുന്നത് നാം കണ്ടതാണ്. 50 വർഷത്തെ നിയമസഭാ പാരമ്പര്യമുള്ള കെ മാണിയെ സ്പീക്കർ താക്കീത് ചെയ്തോ? അത് സ്പീക്കർ അതിനുള്ള അവസരം ഉപയോഗപ്പെടുത്തും. സ്പീക്കർ പറഞ്ഞിട്ടുണ്ട്, ഞാനതിലേക്ക് അദ്ദേഹത്തിന്റെ സ്ഥാനം ഞാൻ ഉപയോഗപ്പെടുത്തുന്നില്ല, അദ്ദേഹത്തിന്റെ അവകാശം അദ്ദേഹം വിനിയോഗിക്കണം. ഒരു കാര്യം ഇപ്പൊ നികേഷ് ചോദിച്ചതുകൊണ്ട് കുറെ കൂടി നിയമസഭാ ചട്ടങ്ങൾ കുറെ കൂടി കർശനമാക്കണം ഇരുഭാഗത്തും. മിക്കവാറും പ്രതിപക്ഷത്തിന് വലിയ ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട്. ഈ ചട്ടലംഘനം വളരെ രൂക്ഷമാണ്. ആ ചട്ടങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ ഉന്നതമായ ഈ നിയമസഭയുടെ മാന്യതയ്ക്ക്, അന്തസ്സിന്, ജനങ്ങൾ ഇതിന് നൽകുന്ന ഒരു ബഹുമതിക്ക് യോജിച്ച വിധത്തിൽ ഭരണപ്രതിപക്ഷ അംഗങ്ങൾ പെരുമാറാനുള്ള കർശന നിർദ്ദേശവും യോജിച്ച തീരുമാനവും ആവശ്യമാണ്. കേരളത്തിന് ഇതൊരു അനുഭവ പാഠമായിരിക്കണം എന്ന് ഞാൻ വിനീതമായിട്ട്, ഞാൻ ഫസ്റ്റ് മെമ്പറാണ് എങ്കിൽ പോലും എൻ്റെ അഭിപ്രായം ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. ശ്രീ സണ്ണി ജോസഫ്, ഞാൻ ചോദിച്ച ചോദ്യത്തിന് താങ്കൾ വ്യക്തമായ മറുപടി പറഞ്ഞില്ല. സ്പീക്കർ പറഞ്ഞു ചട്ടലംഘനമാണ് ഈ ലഡു തിന്നുന്നത് എന്ന്. ലഡു തിന്നു കെ മാണി അടക്കമുള്ളവരെ താക്കീത് ചെയ്തോ ഇല്ലയോ? എന്തുകൊണ്ട് താക്കീത് ചെയ്തില്ല? അതുകൊണ്ടാണ് നേരത്തെ ഇ പി ജയരാജൻ ചോദിച്ചത്, നിങ്ങൾ ഓടി രക്ഷപ്പെടുകയായിരുന്നില്ലേ എന്ന്. അതിന് മറുപടി ഇല്ലെങ്കിൽ ശ്രീ ജോസഫ് എം പുതുശ്ശേരി 356 വകുപ്പ് ഞാൻ മറുപടി പറയാം. അവിടെ ഞാൻ മറുപടി പറയാം. നികേഷ്, ഞാൻ പറഞ്ഞോട്ടെ ഒരു സെക്കൻഡ്. അതായത് സത്യത്തിൽ ഞങ്ങള് ഈ സഭയിൽ നിന്ന് ഓടി ഒളിച്ചോടാൻ ഞങ്ങൾ പരിശ്രമിച്ചു എന്ന് പറയുന്നത് തെറ്റാണ്. അങ്ങനെ പരിശ്രമിച്ചാൽ പ്രതിപക്ഷം അവർ സ്വീകരിക്കേണ്ട തന്ത്രം എന്താണ്? ഞങ്ങളെ സഭയ്ക്കകത്തിരുത്തി ചർച്ചയ്ക്ക് നിർബന്ധിക്കാനും ഞങ്ങൾക്കെതിരെ പറയാനുള്ള കാര്യങ്ങൾ പറയാനും പ്രതിപക്ഷത്തിന് ലഭിക്കുന്ന അവസരങ്ങൾ അവർ ഉപയോഗപ്പെടുത്തണം. പക്ഷെ അവർ ഉപയോഗപ്പെടുത്താന്ന് വെച്ചാൽ 5 പേരെ പുറത്തിരുത്തി ഞങ്ങൾ നിയമസഭാ പ്രവർത്തനം നടത്തുന്നില്ല, ഞങ്ങൾ എല്ലാവരും ചെയ്ത കാര്യങ്ങൾ മാത്രമേ ഈ 5 പേരും ചെയ്തിട്ടുള്ളൂ എന്നുള്ള ഒരു സ്വാഭാവിക മറുപടി അവർക്കുണ്ടാവുമല്ലോ. അല്ലാതെ ഞങ്ങൾ 65 പേരിൽ 5 പേര് മാത്രം പുറത്തിരിക്കട്ടെ, 60 പേര് നിയമസഭാ പ്രവർത്തനം നടത്താം. സഭ പിരിച്ചുവിട്ട് പോയാൽ പിന്നെ എന്ത് ചെയ്യാനാ? അതിന്റെ ഗ്രാവിറ്റി, സഭ പിരിച്ചുവിട്ട് നിങ്ങൾ പോയാൽ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനാ? അതിന്റെ ചെയ്തികൾ കണ്ടതല്ലേ? വിതരണം സ്പീക്കർ ഡയസിൽ കയറി കസേര പൊളിക്കുന്നു. ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ, കയറിയിട്ടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. കയറിയിട്ടുണ്ട്, ഇല്ലെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ സത്യമായിട്ടേ പറയൂ. നിങ്ങളുടെ നടപടി ഞങ്ങളെ പ്രേരിപ്പിക്കുകയാണ് ഇത്തരം തെറ്റ് ചെയ്യാൻ. ഒന്നാമത്തെ കുറ്റവാളി നിങ്ങളാണ്. നിങ്ങളെയാണ് ആദ്യം ശിക്ഷിക്കേണ്ടത്. ശ്രീ ജോസഫ് പുതുശ്ശേരി, നേരത്തെ ശ്രീ ഇ പി ജയരാജൻ പറഞ്ഞതുപോലെ കേരളത്തിൽ 356 വകുപ്പ് പ്രയോഗിക്കാനുള്ള സാഹചര്യമാണ് എന്ന് ഗവർണർ തന്നെ പറയുക. അത് ഭരണപരമായ കാര്യമാണെങ്കിൽ നിങ്ങൾ മുന്നണിയിൽ തന്നെ ഒരേ കക്ഷിയിൽപ്പെട്ട ആളുകൾ തന്നെ പരസ്പരം പോരടിക്കുകയല്ലേ? പി സി ജോർജിന്റെ കോലം കത്തിക്കാൻ മത്സരിക്കുകയാണ് കേരള കോൺഗ്രസിലെ വ്യത്യസ്ത വിഭാഗങ്ങൾ. എന്താണിത്? ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇ പി ജയരാജൻ പറഞ്ഞ ഒരു കാര്യത്തിന് മറുപടി പറയാൻ നികേഷും പറഞ്ഞു 356 എന്നൊക്കെയുള്ള ഒരു സാഹചര്യം ഇല്ലല്ലോ. കാരണം നിയമസഭാ പ്രവർത്തനം ഫലപ്രദമായി നടക്കുന്നുണ്ട്. പ്രതിപക്ഷം എടുക്കുന്ന ഒരു നിലപാടിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ നിലപാടിലേക്ക് കടക്കാൻ കഴിയില്ല. ഇവിടെ ആരാണ് തെറ്റ് ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇന്നുപോലും മുഖ്യമന്ത്രി മീഡിയ റൂമിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു, സ്പീക്കറാണ് നിയമസഭയിലെ അന്തിമ വാക്ക് എന്ന് ഗവർണർ വിധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന്. അത് ശരിയാണ്, അംഗീകരിക്കുന്നു. ഗവർണർ അങ്ങനെ പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ ശരി. നമ്മൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവർക്ക് അത് അംഗീകരിക്കാനാണ് താല്പര്യവും. പക്ഷേ അതേ ഗവർണർ തന്നെ 356 വകുപ്പ് ഇവിടെ പ്രയോഗിച്ചാൽ പോലും ആരും കുറ്റം പറയില്ല എന്ന് പറഞ്ഞത് നിങ്ങൾ എൻഡോഴ്സ് ചെയ്യാത്തത് എന്തേ? അല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. അതിന് 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, പ്രതിപക്ഷത്തിന്റെ പരാതി എന്തായിരുന്നു? പ്രതിപക്ഷത്തിന്റെ പരാതി ബഡ്ജറ്റ് അവതരണം നടന്നിട്ടില്ല, ബഡ്ജറ്റ് അവതരിപ്പിച്ചു എന്ന് പറയുന്നത് ശരിയല്ല, അതിൽ ഗവർണർ ഇടപെടണം എന്നാണ് പ്രതിപക്ഷം ഗവർണറോട് ആവശ്യപ്പെട്ടത്. ഗവർണറുടെ മറുപടി എന്താണ്? ഗവർണർ ചോദിച്ചതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി എന്നാണ് താങ്കൾ ചോദിക്കുന്നത്. എന്തിനാണ് പി സി ജോർജ് എന്ന കേരള ചീഫ് വിപ്പിനെതിരെ നിങ്ങൾ തെരുവിൽ യുദ്ധം ചെയ്യുന്നത്? ചീഫ് വിപ്പിന്റെ കോലം കത്തിക്കുകയാണല്ലോ, സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഇപ്പോൾ അടി നടക്കുകയാണല്ലോ. എന്തുകൊണ്ടാണ് നിങ്ങളുടെ സ്വന്തം പാർട്ടി നേതാവിനെതിരെ നിങ്ങൾ തെരുവിലിട്ട് കത്തിക്കുന്നത്? എന്തിനാണ് അദ്ദേഹത്തിന്റെ കോലം?
ഞാൻ നികേഷിനോട് പറഞ്ഞല്ലോ, ഞാൻ അതിലേക്ക് വരാം. ഞാൻ അതിനു മുമ്പ് ഞാൻ കേട്ട കാര്യത്തെ കുറിച്ചുകൂടെ മറുപടി പറയട്ടെ. ഇവിടെ പ്രതിപക്ഷം അപ്രായോഗികമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തുകയാണ്. ധനകാര്യമന്ത്രി ബഡ്ജറ്റ് അവതരിപ്പിക്കരുതെന്ന് പറഞ്ഞു. ബഡ്ജറ്റ് അവതരിപ്പിച്ചു, ഒരു കുഴപ്പമില്ലാതെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ഇപ്പം പറയുന്നു ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടില്ല, ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറയുന്നു. ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, റിപ്പോർട്ടുകൾ അനുസരിച്ച് മനസ്സിലാക്കുന്നത്, പ്രതിപക്ഷ MLA മാർ എഴുതി കൊടുത്തിരിക്കുന്നു 13-ാം തീയതിയിലെ ബത്ത ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് പ്രതിപക്ഷം എഴുതി കൊടുത്തിരിക്കുന്നതിന് കാരണം പറഞ്ഞിരിക്കുന്നത് ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടില്ല എന്നാണ്. എനിക്ക് ശ്രീ EP ജയരാജൻ അടക്കമുള്ളവരോട് ചോദിക്കാനുള്ളത്, ബത്ത വാങ്ങുന്നില്ല എന്ന് എഴുതി കൊടുത്ത 65 പ്രതിപക്ഷ MLA മാർ 13-ാം തീയതി ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടില്ല എന്നാണ് പറയുന്നതെങ്കിൽ, ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ച ഓട്ടോൺ അക്കൗണ്ട് പാസ്സാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഏപ്രിൽ 1 മുതൽ ഈ മാസത്തെ ശമ്പളം ലഭിക്കുന്നത് ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ച ഓട്ടോൺ അക്കൗണ്ട് പാസ്സാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ്. അത് സ്വീകരിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ഏപ്രിൽ മെയ് മാസങ്ങളിലായി ബഡ്ജറ്റ് സ്കൂട്ടറിക്ക് വേണ്ടി സബ്ജക്ട് കമ്മിറ്റികളുടെ യോഗം കൂടാൻ പോവുകയാണ്. നടപടിക്രമം അനുസരിച്ച് ചുരുങ്ങിയത് 3 ദിവസങ്ങളെങ്കിലും ഈ സബ്ജക്ട് കമ്മിറ്റികളുടെ യോഗങ്ങൾ ഉണ്ടാവും. ആ യോഗങ്ങളിൽ പ്രതിപക്ഷ MLA മാർ പങ്കെടുക്കുമോ? ഇത് കഴിഞ്ഞാൽ ജൂൺ മാസം അവസാനമോ ജൂലൈയിലോ ധനാഭ്യർത്ഥനകൾ, വകുപ്പ് തിരിച്ചുള്ള ധനാഭ്യർത്ഥനകൾ പരിഗണിക്കുന്നതിന് വേണ്ടിയുള്ള ഈ ബഡ്ജറ്റിനെ കേന്ദ്രീകരിച്ച് ധനാഭ്യർത്ഥനകൾ പരിഗണിക്കാനുള്ള സമ്മേളനം ചേരാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് അപ്രായോഗികമായ മുദ്രാവാക്യം. അതെ, പ്രതിപക്ഷത്തിൻ്റെ മാന്യതയാണ് പ്രതിപക്ഷം പ്രകടിപ്പിച്ചത്. ഞങ്ങൾ 65 പേര് അന്ന് നിയമസഭയിൽ ഹാജരായിട്ടുണ്ട്. ഞങ്ങൾ അന്ന് പറഞ്ഞത് നടപടിക്രമങ്ങളൊന്നും പാലിച്ചില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ നിയമസഭ നടന്നതായി കണക്കാക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങളതിൻ്റെ അലവൻസ് വാങ്ങില്ല. ഞങ്ങളുടെ മാന്യതയാണ് കാണിച്ചത്. ആ മാന്യതക്കാണ് അംഗീകാരം നൽകേണ്ടത്. ഇവിടെ നിങ്ങൾ ചിന്തിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ചിന്തിക്കുന്നത് പ്രതിപക്ഷത്തെ ശത്രുക്കളായി കണ്ടുകൊണ്ട് ഈ സംസ്ഥാനത്ത് പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാം കൂടി ചേർന്നുകൊണ്ടാണ് ഈ രാജ്യത്തിൻ്റെ പൊതു താല്പര്യം സംരക്ഷിക്കേണ്ടത്. അതിൻ്റെ ഒരു അംശമെങ്കിലും നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് നിങ്ങൾക്കുണ്ടായോ? ചിന്തയുണ്ടായോ? നിങ്ങൾക്ക് ഈ നിയമസഭ നടത്തിക്കൊണ്ടു പോകണമെന്ന് വല്ല ആലോചനയും ഉണ്ടായോ? നിയമസഭയിൽ ഒരു പരസ്പര സാഹോദര്യം ഉണ്ടാകണം, ഒരു ഐക്യമുണ്ടാകണമെന്ന ചിന്ത നിങ്ങളുടെ അടുത്തുകൂടെ പോയോ? ഞാൻ ഒറ്റൊരു ഉദാഹരണം ചോദിക്കാം. 12-ാം തീയതി ഇവിടെ സ്പീക്കർ തിരഞ്ഞെടുപ്പ് നടന്നു. സ്പീക്കറിൽ ഭൂരിപക്ഷം നിങ്ങൾക്കുണ്ട്, നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. പക്ഷെ സ്പീക്കർ എന്നുള്ള പദവി അടിസ്ഥാനപ്പെടുത്തി ഒരു സാമാന്യ മര്യാദയുടെ അംശമെങ്കിലും നിങ്ങൾ പ്രകടിപ്പിച്ചോ? നിങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു, നിങ്ങൾക്ക് അവകാശമുണ്ട്. ഞങ്ങൾ പ്രതിപക്ഷവും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. ഒരു പ്രതിപക്ഷ ബഹുമാനത്തോട് കൂടിയിട്ടുള്ളതിന്റെ അംശമെങ്കിലും പ്രകടിപ്പിക്കാൻ പ്രതിപക്ഷ ബഹുമാനം ഇല്ല എന്ന് CP ജയരാജൻ താങ്കൾക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ സ്പീക്കറെ പോലൊരു മഹനീയ പദവിയിൽ ഇരിക്കുന്നയാളെ താങ്കൾ എങ്ങനെയാണ് കോൺഗ്രസ് ഓഫീസിലെ ചായ കൊടുപ്പുകാരൻ എന്ന് വിശേഷിപ്പിച്ചത്? അത് വിശേഷിപ്പിക്കേണ്ട സാഹചര്യം അദ്ദേഹം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഏകപക്ഷീയമായിട്ടുള്ള നടപടി, പ്രതിപക്ഷത്തിന് നേരെ നടപടി, ഭരണപക്ഷം. നിങ്ങൾ നോക്കൂ, ഈ നാട്ടിലെ മുഴുവൻ കണ്ണുള്ളവരും കണ്ടിട്ടുള്ളതാണ്. നിയമസഭയിൽ ധനമന്ത്രി ശ്രീ KM മാണി, മന്ത്രി KC ജോസഫ്, മന്ത്രി മഞ്ഞളാംകുഴി അലി, MLA മാർ, UDF-ന്റെ MLA മാരെല്ലാം ലഡു തിന്നുന്നത് മുഴുവൻ ആളുകളും ഈ ലോകം മുഴുവൻ കണ്ടതല്ലേ. അദ്ദേഹം അത് ഞാൻ കണ്ടിട്ടില്ല. എന്താ അദ്ദേഹത്തിന് കൊടുക്കേണ്ട വിശേഷണം? ഇത്രമാത്രം കോൺഗ്രസ് പാർട്ടിയോട് ഒരു വിധേയത്വം കാണിക്കാൻ പാടുണ്ടോ? എന്തെങ്കിലും ഒരു പ്രതിപക്ഷ ബഹുമാനവും പ്രതിപക്ഷമാണ്, അത് ഈ സഭയിലൊരു ഭാഗമാണ് എന്ന വല്ല നിലപാടും അദ്ദേഹം സ്വീകരിച്ചോ? EP ജയരാജൻ സ്പീക്കറെ ചായ കൊടുപ്പുകാരൻ എന്നാണ് വിശേഷിപ്പിച്ചതെങ്കിൽ EP ജയരാജന്റെ സുഹൃത്ത് ശ്രീ MP ജയരാജൻ ഇന്ന് കണ്ണൂരിൽ പറഞ്ഞത് സ്പീക്കർ പൊട്ടനാണ് എന്നാണ്. കാരണം ലഡു തിന്നുന്നത് കാണുന്നില്ല, ചുംബന സമരം നടക്കുന്നത് കാണുന്നില്ല. അങ്ങനെ പൊട്ടന്മാർക്ക് മാത്രമല്ലേ അത് കാണാതിരിക്കാനാകൂ എന്നാണ് MV ജയരാജന്റെ വാദം. ജയരാജന്മാരിൽ കുറച്ചുകൂടെ ഭേദപ്പെട്ട സംസാരം. ഇവരുടെ സംസാരം എല്ലാം കേരളത്തിലെ ജനങ്ങള് കേട്ടതാണ്. ജഡ്ജിമാരെ നികഷ്ടജീവികളെന്ന് വിളിച്ചത്, ജഡ്ജിമാരെ വിളിച്ച കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. രാഷ്ട്രീയ നേതാക്കന്മാര്, മതപുരോഹിത നേതാക്കന്മാരെയൊക്കെ CPM-ന്റെ ആളുകള് വിളിച്ച എല്ലാവരും അറിയാമല്ലോ. അതുപോലെ തന്നെ ഇപ്പൊ സ്പീക്കറെയും വിളിക്കുന്നു. ഇപ്പൊ സ്പീക്കർ ഇവർക്കെതിരെ നടപടി സ്വീകരിച്ചത് ഏത് സ്പീക്കറാണ് ഈ വിഷയത്തിൽ നടപടി സ്വീകരിക്കാതിരിക്കുക? ഇത് മറിച്ചായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? കേരള നിയമസഭയിൽ മാർക്സിസ്റ്റ് പാർട്ടി ഭരണപക്ഷത്തും
UDF പ്രതിപക്ഷത്തുമായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു കയ്യാങ്കളിക്ക് ഞങ്ങളാരെങ്കിലും മുതിർന്നാൽ ഞങ്ങളുടെ ഭാഗത്തേക്ക് അല്ല പ്രതിപക്ഷത്തിന്റെ CPM-ന്റെ ഭാഗത്തേക്ക് ഞങ്ങളുടെ MLA-മാർ പോയാൽ അവർക്ക് ജീവിച്ചിരിക്കാൻ കഴിയുമായിരുന്നു. ഇതല്ലേ ഉണ്ടായുള്ളൂ. ഞങ്ങൾ ഈ സംയമനം പാലിക്കുന്നല്ലോ, ഇപ്പോഴും സംയമനം പാലിക്കുന്നല്ലോ. എത്രയോ ചർച്ച നടക്കുന്നു. ഞങ്ങൾക്കെതിരെ നടത്തുന്ന പ്രസംഗങ്ങൾ സ്പീക്കർക്കെതിരെ ആരെങ്കിലും പറഞ്ഞില്ല. ജയരാജനെതിരെ അവകാശ ലംഘനത്തിന്റെ അവസരം ജയരാജൻ തന്നെ ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നു. മാർക്സിസ്റ്റ് പാർട്ടി ചിന്തിക്കണം, CPM പോളിറ്റ് ബ്യൂറോ ചിന്തിക്കണം. ജയരാജൻ കേരള സ്പീക്കർക്കെതിരെ പറഞ്ഞ കാര്യം കേന്ദ്ര കമ്മിറ്റിയിൽ ചർച്ച ചെയ്യണം, VS ചർച്ച ചെയ്യണം. ജയരാജൻ VS അച്യുതാനന്ദനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണോ യഥാർത്ഥത്തിൽ നിയമസഭ നടത്തിക്കൊണ്ടുപോകാൻ നിങ്ങൾ അനുവദിക്കാതിരിക്കുന്നതിന്റെ കാരണമെന്നാണ് മുഖ്യമന്ത്രി ഇന്ന് ചോദിച്ചത്. അതിന് ചില കാരണങ്ങൾ അദ്ദേഹത്തിന്റെ മുന്നിലുണ്ട്. ഇനി ഒരുപക്ഷെ VS അച്യുതാനന്ദനെ പ്രതിപക്ഷ നേതാവായി ഇരുത്തില്ല എന്നും താങ്കളാണ് പുതിയ പ്രതിപക്ഷ നേതാവായി വരാൻ പോകുന്നതെന്നും ഒക്കെയുള്ള പത്രവാർത്തകൾ ഉണ്ടല്ലോ. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ചിലപ്പോൾ മുഖ്യമന്ത്രി അങ്ങനെ ചോദിച്ചിട്ടുണ്ടാവുക. ഏതെങ്കിലും ഈ മാധ്യമത്തെ അപഹസിക്കാൻ നടക്കുന്ന ഏതെങ്കിലും അക്ഷരജ്ഞാനമില്ലാത്ത ഏതെങ്കിലും ഒരു പത്രപ്രവർത്തകൻ രാഷ്ട്രീയ വിരോധം വെച്ചുകൊണ്ട് അയാളുടെ രാഷ്ട്രീയ താല്പര്യം വെച്ചുകൊണ്ട് എന്തെങ്കിലും എഴുതിയാൽ അതിനൊന്നും ഞങ്ങൾക്ക് പ്രതികരിക്കേണ്ട കാര്യമില്ല. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനാണ്, സഖാവ് VS ആണ്. അത് VS നിയമസഭയിൽ പ്രകടിപ്പിച്ചില്ലേ, പിന്നെ നിങ്ങൾക്ക് എന്തിനാ സംശയിക്കേണ്ട കാര്യം? ഉമ്മൻചാണ്ടിക്ക് ബാലിശമായിട്ടുള്ള വാദഗതികൾ ഉന്നയിച്ചു. പക്ഷേ പിണറായി വിജയൻ ജയരാജനെയാണ് പ്രതിപക്ഷ നേതാവായി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നതെന്നാണ് വാർത്ത. അതായിരിക്കും മുഖ്യമന്ത്രിയുടെ ഇത്തരത്തിലുള്ള പ്രതികരണത്തിന്റെ കാരണം. അസംബന്ധമായ വാർത്തയാണത്. അസംബന്ധമായ വാർത്തയാണ്, അടിസ്ഥാനരഹിതമായ വാർത്തയാണ്. ഞങ്ങളിപ്പോൾ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ ചിന്തിച്ചിട്ടേ ഇല്ല. ഇങ്ങനെ ഒരു വാർത്ത മലയാള മനോരമയിലെ ഏതോ ഒരു കൂലി എഴുത്തുകാരൻ എഴുതി, അയാൾക്ക് രാഷ്ട്രീയ താല്പര്യമാണ്. അതൊന്നും ഞങ്ങൾ വില കൽപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് കാത്തിരുന്ന് VS പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ കണ്ടില്ലേ നിങ്ങൾ? അപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ട് തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഉന്നയിക്കുന്ന ഈ വാദഗതി ഉമ്മൻചാണ്ടി കൊളിച്ചോടാനാണ്. ഉമ്മൻചാണ്ടി ഈ സഭയെ നിർത്തിവെപ്പിച്ചു. ജനങ്ങളുടെ മുമ്പിൽ നീതീകരിക്കാൻ വഴിയില്ല. ആ വഴിയില്ലാത്തതിനെ കണ്ടുപിടിച്ചൊരു വഴിയാണ്. 4 ദിവസം നടക്കേണ്ട നിയമസഭാ സമ്മേളനം ഒരു ദിവസത്തേക്ക് അല്ല. പ്രതിപക്ഷ നേതാവാണല്ലോ ഇപ്പോൾ. പിന്നെ നിങ്ങളെ തീരട്ടെ എന്നൊക്കെ ഒരു തീരുമാനത്തിന്റെ പ്രശ്നം എന്താ? ഇവിടെ ഒരു പുതിയ തീരുമാനത്തിന്റെ ആവശ്യം എന്താ? അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്, പിന്നെ ഇതിന്റെ പുതിയ തീരുമാനം? പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റണമെന്ന് CPM സംസ്ഥാന കമ്മിറ്റിയുടെ ആവശ്യം കേന്ദ്ര കമ്മിറ്റിയുടെ മുമ്പിലുണ്ട് എന്നുള്ളത് അവിതർക്കിതമായ ഒരു വസ്തുതയാണ്. അതുകൊണ്ട് അദ്ദേഹം മാറ്റപ്പെടുമോ എന്നുള്ള ചോദ്യം ന്യായമായും ആർക്കും ഉന്നയിക്കാവുന്നതാണ്. ജോസഫ് പുതുശ്ശേരി നിയമസഭ നിർത്തിവെച്ച് അലങ്കോലപ്പെടുത്തി ചർച്ച നടത്താൻ അനുവാദം ഉണ്ടാക്കാതെ അഴിമതിയിൽ നിന്നും ഒളിച്ചോടുന്നതിന് വേണ്ടി തറയിടാൻ ഇതൊന്നും പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല. അതൊന്നും ആയുസില്ലാത്ത നിങ്ങളുടെ വാദഗതികളാണ്. ഇവിടെ പ്രശ്നം നിയമസഭാ നടപടികൾ തടസ്സപ്പെടുത്തി നിങ്ങൾ അലങ്കോലപ്പെടുത്തി. നിയമസഭാ നടപടികൾ മുഴുവൻ നിങ്ങൾ അലങ്കോലപ്പെടുത്തിയിരിക്കുകയാണ്. ഇത്തരമൊരു നിലപാട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കാനുള്ള വേദിയെ അതിന് അനുവദിക്കാതെ തെറ്റായിട്ടുള്ള രാഷ്ട്രീയ സമീപനം സ്വീകരിക്കുന്നു. ജയരാജനോട് ഈ ചോദ്യം ചോദിച്ച് അദ്ദേഹത്തെ എംബ്രാസ് ചെയ്യിപ്പിക്കാൻ എളുപ്പമാണ്. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം പാർട്ടിക്കാരൻ്റെ കോലം തെരുവിലിട്ട് കത്തിക്കുകയല്ലേ? VS അച്യുതാനന്ദൻ്റെ കോലം ഇവർ കത്തിക്കുന്നില്ലല്ലോ. ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു, ഞാൻ അതിന് മറുപടി ഇത് വളരെ ഒറ്റപ്പെട്ട സംഭവമാണ്. കേരള കോൺഗ്രസ് പാർട്ടി അതിനെ ഒരിക്കലും അതിനെ ന്യായീകരിക്കുന്നില്ല. ഇത് ഇന്നലെ ഈ പറയുന്ന കേരള കോൺഗ്രസിന്റെ യോഗത്തിന് ശേഷം യൂത്ത് ഫ്രണ്ടിന്റെ കൊടിയുമായി വരുന്ന കേരള കോൺഗ്രസ് യൂത്ത് ഫ്രണ്ട് പ്രവർത്തകരെ നിങ്ങൾക്ക് സസ്പെൻഡ് ചെയ്തുകൂടെ? എക്കോ വളരെ കൂടുതലാണ്. അല്ലല്ല, ഇത് പറയുമ്പോൾ മാത്രം ഒരു എക്കോ ഇല്ലല്ലോ. ശ്രീ ജോസഫ് എം പുതുശ്ശേരി പറയൂ. ഹലോ 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 പറയൂ, കേൾക്കാം. മിനിഞ്ഞാന്ന് യോഗം കൂടി. ആ യോഗത്തിന് ശേഷം ബഹുമാനായ ശ്രീ PC ജോർജിന്റെ പ്രസ്താവന വന്നു. അത് സംബന്ധിച്ച് പാർട്ടി ചെയർമാൻ
പിന്നെ അതേ സംബന്ധിച്ച് വിശദീകരണം നൽകി. ഇന്നലെ അക്കാര്യങ്ങൾ ചർച്ച ചെയ്തതാണ്. അതിനപ്പുറത്തേക്ക് ഈ കാര്യങ്ങൾക്ക് വ്യാഖ്യാനം കൊടുക്കേണ്ട യാതൊരു കാര്യവുമില്ല. യൂത്ത് ഫണ്ടോ അങ്ങനെ ആരെയെങ്കിലും അത് ഏറ്റുപിടിക്കേണ്ട കാര്യമില്ല. ഈ പ്രസ്താവനയെ സംബന്ധിച്ച് ആളുകൾക്ക് ചില വികാരങ്ങൾ ഉണ്ടായേക്കാം. അത് തെരുവിലേക്ക് അതുമായിട്ട് ഇറങ്ങേണ്ട കാര്യമല്ല. ഇത് പാർട്ടി ആ നിലയിൽ അതിന് യൂത്ത് ഫണ്ട് പ്രവർത്തകർ ആത്മസംയമനം പാലിക്കുകയാണ് വേണ്ടത്. പരസ്യ ഇതുപോലെയുള്ള നടപടികളിലേക്ക് കടക്കുന്നത് ശരിയല്ല എന്ന വിശദീകരണമാണ് കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട നൽകാനുള്ളത്. അടുത്ത നിയമസഭയിൽ ഇ പി ജയരാജനാകുമോ പ്രതിപക്ഷ നേതാവ് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കി കാണേണ്ട കാര്യമാണ്. പക്ഷേ ഇതേ കേരള കോൺഗ്രസ് തന്നെ ആയിരിക്കുമോ അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ വരിക? എനിക്ക് ഇതൊന്നും ഇപ്പൊ പറയാനില്ല. ഏതായാലും പുതുശ്ശേരി പറഞ്ഞത് നന്നായി, പക്ഷെ മോശമാണ്. ഞാൻ ഇന്ന് നികേഷ് ഇന്ന് നമ്മുടെ നെയ്യാറ്റിൻകര ചരിത്ര മാളിക 16 കെട്ടിന്റെ കേരളത്തിലെ ചരിത്രത്തിൽ ആദ്യമാണ് 16 കെട്ടിന്റെ ചരിത്ര മാളികയുടെ ഉദ്ഘാടനം ഞാനായിരുന്നു. ഞാനതിന് പോയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാനിത് അറിയുന്നത്. എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ അന്തിച്ചു പോയി. കൊട്ടാരക്കര പൊന്നച്ചൻ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാനോ എന്റെ പാർട്ടിയുടെ പ്രവർത്തകരോ അറിയാതെ ഏതോ ഒരു കാളിമൂളികളാണ് കേരള കോൺഗ്രസ് പേരും പറഞ്ഞ് യൂത്ത് ഫണ്ട് പേരും പറഞ്ഞ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഞാൻ പൊന്നച്ച നീ അങ്ങോട്ട് നോക്കണ്ട മകനെന്ന് പൊന്നച്ചോടും ഞാൻ പറഞ്ഞു. പക്ഷേ സംഭവിച്ചെന്താ, അവിടെ ഇത് കൊണ്ടുപോയി എന്റെ കോലം കൊണ്ട് വന്നപ്പോ VSDP ഞാൻ പിന്നീട് ഇതൊക്കെ അറിയുന്നേ VSDPയുടെ പുറത്ത് കയറി അരിമിച്ചു കൊടുത്തു. ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ VSDPയുടെ ഞാൻ വളരെ സ്നേഹമുണ്ട് അവരുമായിട്ട്. ഇങ്ങനെ സംഘർഷമുണ്ടെന്ന് എനിക്കറിയത്തില്ല. അപ്പൊ പോലീസ് വന്ന് അടി കൊടുത്ത 3 പേരെ പിടിച്ചുകൊണ്ട് VSDPക്കാരായിരുന്നു. അവരെ പോലീസ് പിടിച്ചത് കൊണ്ട് 100-300 VSDPക്കാർ ഒരുമിച്ച് സംഘടിച്ച് നേരെ മാണിക്കാരാണ് ഇത് അറസ്റ്റ് ചെയ്യിച്ചതെന്നും പറഞ്ഞ് അവര് പ്രകടനമായിട്ട് മാണിസാറിന്റെ കോലം കത്തിച്ചു. ഞാൻ എന്ത് ചെയ്യാനാ ഇതിനൊക്കെ? അത് VSDPയോട് ചോദിക്കുക. എനിക്കൊരു ബന്ധമില്ല, എനിക്ക് ആ സമരമായിട്ട് ബന്ധമില്ല. ജോർജ്, താങ്കൾ ഒരു അന്തിമ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണല്ലോ. താങ്കളെ സംബന്ധിച്ചിടത്തോളം അടുത്ത നിയമസഭയിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ ഭാഗമായി തന്നെ നിയമസഭയിൽ വരാൻ കഴിയുമോ? അങ്ങനെ വരുന്നതാണ് മാന്യത. വരുത്തുകേല എന്ന് ആഗ്രഹമുള്ള കുറെ ആളുകളുണ്ട്. ആ ആഗ്രഹം വെച്ചുകൊണ്ടിരുന്നാൽ അത് വിനാശകാലെ വിപരീത ബുദ്ധി, വേറെ ഒന്നും ഇപ്പൊ പറയുന്നില്ല. ഭീഷണിയാണോ? സ്നേഹമല്ല. ഞാൻ എന്താ നികേഷ് അങ്ങനെ വിനാശകാലെ വിപരീത ബുദ്ധി. ഈ മുന്നണി ഉണ്ടാകുമോ ശ്രീ സണ്ണി ജോസഫ് അടുത്ത നിയമസഭാ സമ്മേളനത്തിലേക്ക് ഗവൺമെന്റിന്? ഇല്ലില്ല, അടുത്ത നിയമസഭാ സമ്മേളനത്തെ ഗവൺമെന്റ് കുറെ കൂടി അനായാസേന കൈകാര്യം ചെയ്യാൻ സാധിക്കും. പുതിയ പ്രതിപക്ഷ നേതാവായിരിക്കും. എനിക്ക് തോന്നുന്ന ഇ പി ജയരാജനും കൂട്ടർക്കുമുള്ള വാശി VS ആലപ്പുഴ സമ്മേളനം ബഹിഷ്കരിച്ചു വന്ന VS സംസ്ഥാന സെക്രട്ടേറിയറ്റ് VSനെതിരെ ശക്തമായ ഭാഷയിൽ സംസാരിച്ച് പ്രമേയം പാസാക്കി. പിണറായി പത്രസമ്മേളനം നടത്തിയ കാര്യങ്ങൾ വിശദീകരിച്ചു. ആ VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായ നിയമസഭാ നടപടികൾ തുടരുന്നത് CPMനെ സംബന്ധിച്ച് ബുദ്ധിപരമല്ല, അവർക്ക് ഗുണകരമല്ല. അതുകൊണ്ട് VSന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതൃത്വം മുന്നോട്ട് പോകുന്നതിനെ എങ്ങനെ തടസ്സപ്പെടുത്താം എന്നുകൂടി കരുതിക്കൂട്ടി വളരെ വളരെ കുതന്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് സഭാ നടപടികൾ നിരന്തരം തടസ്സപ്പെടുത്തുക, സഭ നേരത്തെ പിരിയുക എന്നൊരു സാഹചര്യം പ്രതിപക്ഷമുണ്ടാക്കിയിരിക്കുന്നത്. പ്രതിപക്ഷ നേതൃനിരയിൽ മാറ്റം വരും, ഭരണകക്ഷിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകില്ല. കേരള കോൺഗ്രസിലെ ചില്ലറ സൗന്ദര്യ പിണക്കങ്ങൾ പറഞ്ഞ് പരിഹരിക്കും എന്നാണ് ഞാൻ പൂർണ്ണമായും. പി ജയരാജൻ, അവസാനിപ്പിക്കാൻ വേണ്ടി താങ്കളോട് ചോദിക്കുകയാണ്. ഈ മുഖ്യമന്ത്രിയും ഈ UDF എപ്പോഴും പറയുന്നത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായും ഈ ഗവൺമെന്റ് 5 വർഷവും തുടരും. പക്ഷേ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ആയിരിക്കുമോ എന്ന കാര്യത്തിൽ അവരെപ്പോഴും തർക്കം പറയുന്നുണ്ട്. ആ തർക്കം തുടരുകയാണ്. സണ്ണി ജോസഫ്, കോൺഗ്രസ് ഇന്ന് എന്ത് അധികാരത്തിലേക്ക് വരാനാ പോണത്? കേരളത്തിൽ കോൺഗ്രസിന്റെ അധികാരത്തിൽ നിയമസഭാ സമ്മേളനമാണ് പറഞ്ഞത്. അടുത്ത നിയമസഭാ സമ്മേളനം, അടുത്ത നിയമസഭയല്ല. അടുത്ത നിയമസഭാ സമ്മേളനത്തിന് കാത്തിരിക്കുക. ഒരു ഗവൺമെന്റ് ഉണ്ടെങ്കിലല്ലേ. നിങ്ങൾ നോക്ക്, പന്തളം സുധാകരൻ, കോട്ടയം DCC പ്രസിഡന്റ് അജയ് തറയിൽ, കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളെല്ലാം എടുത്തുള്ള ഒരു നിലപാട് നോക്ക്. കോൺഗ്രസിനകത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചെറിയ ഗ്രൂപ്പ് തിരിഞ്ഞിട്ടുള്ള മത്സര സംഘടനകൾ നോക്ക്, എത്രമാത്രം രൂക്ഷമാണ്. ഉമ്മൻചാണ്ടി ഒരു വിഭാഗത്തെ ഒതുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നു. ഇപ്പോൾ ഈ മാണിയുടെ കേസിൽ തന്നെ നിങ്ങൾ നോക്കിയാൽ കാണാമല്ലോ. അത് ഇങ്ങനെ ചേരി തിരിഞ്ഞ് മത്സരിച്ചു കൊണ്ടിരിക്കുന്ന UDF, കോൺഗ്രസ്
ഈ കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും നടപടികളോട് അങ്ങേറ്റത്ത് അസംതൃപ്തിയുള്ളവരാണ് അതിലുള്ള പല പാർട്ടികളും, അതിലുള്ള പല MLA-മാരും. ഇപ്പോൾ UDF-ൻ്റെ ഓരോ MLA എടുത്ത് ചോദിച്ചാലും അവരുടെ ഉള്ളിലിരിപ്പ് വ്യത്യസ്തമാണ്. സണ്ണി ജോസഫോട് ചോദിച്ചാൽ തന്നെ, വ്യക്തിപരമായി ചോദിച്ചാൽ ഈ നടപടികളിൽ പലതിനോടും അസംതൃപ്തി പ്രകടിപ്പിക്കും. അതായത് ശ്രീ പി ജയരാജൻ, താങ്കളാണോ യഥാർത്ഥത്തിൽ പ്രതിപക്ഷ MLA-മാരുമായി സംസാരിക്കുന്നത്? താങ്കളെയാണോ ആ ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത് ഇടതുമുന്നണി? അങ്ങനെ വ്യത്യസ്തമായ MLA-മാരോട്, പ്രതിപക്ഷ MLA-മാരോട് താങ്കൾ എന്താണ് പരിപാടി എന്ന് ചോദിക്കുന്നുണ്ടോ? രാഷ്ട്രീയത്തിൽ ഞങ്ങളൊക്കെ ഒന്നിച്ചൊരു സഭയിലൊക്കെ ഇരിക്കുമ്പോൾ പലതരത്തിലുള്ള ആശയവിനിമയങ്ങളും നടക്കും. ഇനി കേരളത്തിൽ UDF-ൻ്റെ ഭരണം ഇനി അടുത്ത നിയമസഭ ചേരുമ്പോൾ ഉമ്മൻചാണ്ടി തന്നെ ഉണ്ടാകും എന്ന് ധരിച്ചിരിക്കുന്നവരൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെ നിലപാട് നോക്കിയാൽ ഇതിൻ്റെ ആയുസ് തന്നെ കുറഞ്ഞു വന്നിരിക്കുകയാണ്. ഞങ്ങൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ശക്തമായ കുറഞ്ഞിരിക്കുകയാണെന്നാണ് വിട്ടുവീഴ്ച കൂടാതെ പി സി ജോർജ്. ഇനിയും അടുത്ത നിയമസഭാ സമ്മേളനത്തിലേക്ക് നിങ്ങൾ വരില്ല, ഈ സർക്കാരിന് അത്രയും ആയുസില്ല എന്നാണ് പി ജയരാജൻ പറയുന്നത്. എനിക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതിപക്ഷ MLA-മാരോടും പ്രതിപക്ഷത്തെ കക്ഷികളോടും സംസാരിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത് പി ജയരാജനെയാണ്. പി സി ജോർജ് ടെലിഫോൺ ലൈനിലില്ല. ഞാൻ ഈ ചർച്ച ചുരുക്കുന്നു, സമയക്കുറവുകൊണ്ടാണ്. പി ജയരാജൻ, ജോസഫ് എം പുതുശ്ശേരി, പി സി ജോർജ് എല്ലാവരുമായി സംസാരിക്കാറുണ്ട്. വളരെ നന്ദി ഈ വിഷയത്തിൽ ഇടപെട്ടതിന്.